വെൽക്കം ഗൗരവ് ശർമ്മ സർ. താങ്ക് യു സർ, Okay. താങ്ക് യു സോ മച്ച്. സർ പറഞ്ഞത് ഇന്ന് ഞാൻ ഹിന്ദിയിൽ സംസാരിക്കാൻ, എസ്പെഷ്യലി കേരളത്തിൽ എല്ലാവർക്കും ആള് നമസ്കാരം പറഞ്ഞു, എസ്പെഷ്യലി മോദി സാറിന്. കാരണം ആളുടെ ഒരു നല്ല വെൽക്കം പറഞ്ഞതിന് നമസ്കാരം. ആള് ഫസ്റ്റ് ടൈം, ഗൗരവ് ശർമ്മ സാർ ഫസ്റ്റ് ടൈം ആണ് കേരള ടീമുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. ഈ ഈവനിങ്ങിൽ നല്ല സ്ട്രെങ്ത് ഉണ്ട്. ആ സ്ട്രെങ്തിന് വളരെ ഐ ആം വെരി ഹാപ്പി. പിന്നെ മാത്രമല്ല ഹിന്ദിയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞു, കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൽ, അതായത് കേരളത്തിൽ എല്ലാവർക്കും ഗുഡ്ഡോട്ടിനെ കുറിച്ച് ഏകദേശം ഐഡിയ ഉണ്ട്. ഈവൻ ചെറിയ ചെറിയ മീറ്റിങ്ങുകളിലൂടെ, ഈവൻ നമ്മളെ മൈക്രോ എന്താ പറയാ കുഞ്ഞ് ടീമുകളിൽ പോലും ഗുഡ്ഡോട്ടിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ എല്ലാവർക്കും അതിന്റെ കാര്യങ്ങൾ അറിയാം. എങ്കിലും ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഹിന്ദിയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു. ആ സർ. ऑलराइट सर, मैं एक प्रेजेंटेशन के माध्यम से, एक प्रेजेंटेशन के जरिए आप लोगों को सबको बहुत सी बातें आज से समझाने के लिए इधर आया हूं. आई होप मेरी वॉइस और मेरा वीडियो ब्लॉक नहीं हो रहा होगा आप लोग को. सो एक प्रेजेंटेशन से हम शुरू करेंगे आज गुड डॉट की इस मीटिंग को. थैंक यू सो मच फॉर दिस एक्टिवली पार्टिसिपेशन इन माय मीटिंग एंड ट्रेनिंग सेशन. उम्मीद करता हूं कि मेरा ट्रेनिंग और मीटिंग सेशन आप लोगों के लिए फ्रूटफुल हो. सो नाउ वी विल स्टार्ट विद द फ्यूचर ऑफ फूड विद द गुड डॉट. मैंने ये लाइन इसलिए लिखी है कि फ्यूचर क्या है गुड डॉट के साथ में, और क्यों इस फ्यूचर के बारे में आज बात करेंगे, उसको पूरा अच्छे से समझेंगे. हमें समझना होगा कि मीट एग्जैक्टली है क्या. हम लोगों ने जब मीट खाना शुरू किया, या जब हमारी ह्यूमन बॉडी में, या फिर ह्यूमन पर्टिकुलरली जो जिस तरह से विस्तार जीवन शैली जिसको बोलते हैं, ह्यूमन लाइफ साइकिल जिसको बोलते हैं, जब हम लोग ने मीट को कब इंट्रोड्यूस किया अपनी लाइफ हेल्दी डाइट के अंदर, और किस तरह से मीट आया. तो सबसे पहले हमें समझना होगा कि मीट है क्या. तो मीट इज एन एनिमल फ्लैश विच इज ईटन एज अ फूड बाय ह्यूमंस. So this is just an animal flesh which we are eating, and what it is composed of? It is composed of water, fat and protein. So what exactly meat is? Meat is a flesh from an animal and which is made up of पानी से, उसके अंदर मोटापा है और उसके अंदर प्रोटीन है. Over to you sir. Okay, thank you sir. അദ്ദേഹം ഇന്നത്തെ ഈ പ്രോഗ്രാം സ്ലൈഡ് ഫുൾ സ്ക്രീൻ नहीं हुआ सर. ഫുൾ സ്ക്രീൻ ആണ്. ഓക്കെ അബി ഫുൾ സ്ക്രീൻ. റൈറ്റ്. ഓക്കെ ഞാൻ മൊബൈലിൽ നോക്കി പറഞ്ഞു. ഓക്കെ സർ, നൗ ഇറ്റ് ഈസ് ഫുൾ സ്ക്രീൻ. റൈറ്റ്. ഞാൻ ഇന്നത്തെ പ്രസന്റേഷൻ ഇന്നത്തെ മീറ്റിംഗ് ഒരു പ്രസന്റേഷനിലൂടെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഇത്രയും ആൾക്കാരുണ്ട്. അതിൽ ഞാൻ ഒന്നുകൂടി വളരെ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ചെറിയൊരു പ്രസന്റേഷനോട് കൂടി ഈ ഗുഡ് ഡോട്ടിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ഗുഡ് ഡോട്ട് എന്താണെന്നുള്ളത് എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. ആദ്യമേ തന്നെ ഈ പറഞ്ഞ മീറ്റ് എന്താണ് നമ്മൾ മനസ്സിലാക്കണം. മീറ്റ് എന്ന് പറഞ്ഞ ഒരു അനിമൽ ഫ്ലഷ്, അല്ലെ, അനിമൽ മൃഗത്തിൽ നിന്ന് കിട്ടുന്ന ഇതാണ് സാധനമാണ് മീറ്റ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അനിമൽ ഫാറ്റ് ഉണ്ട്, വാട്ടർ ഉണ്ട്, പ്ലസ് പ്രോട്ടീൻ ഉണ്ട്. ഇത് മൂന്നും കൂടെ ചേർന്നതാണ് നമുക്ക് എന്താ പറയാ അനിമൽ മീറ്റ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മുടെ ബീഫ് എന്നോ അല്ലെങ്കിൽ മട്ടൺ എന്നോ ചിക്കൻ എന്നോ രീതിയിൽ ഉപയോഗിക്കുന്നത് മീറ്റ് എന്ന് പറയുന്നത് ഒരു അനിമൽ പ്രൊഡക്റ്റ് ആണ്. അതിനകത്തുള്ളത് ഈ മൂന്ന് കാര്യങ്ങളാണ്. ഓക്കെ സർ. ओके, मूविंग टू द नेक्स्ट स्लाइड. हमें ये समझना होगा कि हम लोगों ने ह्यूमंस ने मीट को खाना कब शुरू किया था, और किस स्टेज से हम लोग मीट खाते हुए अभी तक आए हैं. हम बात करेंगे 26 लाख साल पहले की, जब ह्यूमंस ने मीट को इनकॉर्पोरेट कर लिया था अपनी डाइट के अंदर. पर्टिकुलरली जब हम चिंपैंजीज, या फिर जब हमारा इवोल्यूशन हुआ है, आज हम हमारे जो एंसेस्टर्स के एंसेस्टर्स से जो बनते हुए आए हैं वो एप्स से, एप्स के बाद चिंपैंजीज, और उनके इवोल्यूशन के अकॉर्डिंगली हम एक सोशलाइज और सिविलाइज सोसाइटी के अंदर हम लोगों ने अपने आप को अपना कदम रखा. तो मीट जब हम लोगों ने खाना शुरू किया वो 26 लाख साल पहले किया था. ओवर टू यू सर. ഓക്കെ, എന്നാണ് നമ്മള് മീറ്റ് കഴിച്ചു തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ, അതായത് ഈ അനിമൽ ഫാറ്റ് അല്ലെങ്കിൽ അനിമൽ മീറ്റ് എന്നാണ് കഴിച്ചു തുടങ്ങിയെന്ന് വെച്ചാൽ, ഏകദേശം 26 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ചു എന്നാണ് കണക്ക് പറയുന്നത്. ഇവിടെ ആ ഒരു ചെറിയ ഫിഗർ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ചിമ്പാൻസി എന്നുള്ള ആ സമയം മുതൽ തന്നെ നമ്മൾ മീറ്റ് കഴിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ സർ. ये वो समय था जब हम इंसान को, या फिर हमारी जीवन शैली के अंदर हमें ये समझ में नहीं आया था कि हमें खाना क्या है, हमें पीना क्या है, हमारी लाइफ में एग्रीकल्चर का मीनिंग क्या होता है. तब हम लोगों ने इस टाइम पे हम लोगों ने जानवर को मारना सीखा,
और उस समय आग का आविष्कार भी नहीं हुआ था। फायर, अगर मैं फायर की बात करूं तो उस टाइम पे फायर का इन्वेंशन भी नहीं हुआ था। उस समय से हम लोगों ने मीट को खाना शुरू किया था, जब हम लोग के पास में कोई भी रिसोर्स नहीं था, कोई एग्रीकल्चर नहीं थे, कोई टेक्नोलॉजीज नहीं थी, कोई ऐसी टेक्निक्स नहीं थी। उस समय हम लोगों ने मीट को खाना शुरू किया था। अब अगर मैं बात करूंगा कि लोग मीट खाते क्यों हैं, ऐसा क्या है मीट के अंदर कि उसको मीट इतना अट्रैक्ट करता है लोगों को अपनी डाइट के अंदर, तो मेरा ये मानना है कि जितने हेल्थी पीपल यहाँ पे, जितने भी जो अपनी हेल्थ से रिलेटेड जितने ज्यादा कंसर्न लोग यहाँ बैठे हैं इस मीटिंग को अटेंड कर रहे हैं, तो मेरे हिसाब से उनका ये सोचना है कि उनको प्रोटीन मिलना चाहिए। उसके लिए वो लोग एनिमल फ्लैश खाते हैं, क्योंकि उनको लगता है कि एक मीट ही ऐसा जरिया है, एक मीट ही ऐसा मीडियम है जहां से उनको प्रोटीन मिलता है। दूसरा ऐसा फैक्टर है जिसकी अगर मैं बात करूं कि टेस्ट के लिए लोग मीट खाते हैं, जिस तरह के स्पाइसेस हम लोग यूज करते हैं, ग्रेवीज यूज करते हैं, और वो उतना टेंडर होता है, उसकी वजह से हम लोग शायद मीट को पसंद करते हैं। और थर्ड थिंग है न्यूट्रिएंट्स, जो कि हर एक इंसान अपने हेल्दी डाइट के लिए चाहता है। ओवर टू यू सर। റൈറ്റ് സർ. ഓക്കെ, നമ്മള് ഈ പറഞ്ഞു എത്ര വർഷങ്ങൾക്ക് മുമ്പ്, 26 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മള് മീറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ആൾക്കാർ നമ്മളെ, അതായത് നമ്മളെ പൂർവികർ സ്റ്റാർട്ട് ചെയ്തെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. അന്നത്തെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അന്ന് തീ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ കൃഷിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ വെജിറ്റേഷനോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അഥവാ അന്നത്തെ ആൾക്കാരൊക്കെ എന്താ പറയാ, ഇതേപോലെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഈ സമയം മുതലാണ് എന്താ പറയാ ആഹാരത്തിന് വേണ്ടിയിട്ട് അന്ന് എന്താ പറയാ മൃഗങ്ങളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ മീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ മീറ്റ് പ്രിഫർ ചെയ്യുന്നത് ചോദിച്ചാൽ അതിന് 3 റീസൺസ് ആണ് ഇവിടെ പറയപ്പെടുന്നത്. അത് ഒന്നാമത്തെ കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്, ടേസ്റ്റ്, രുചിയാണ് നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീറ്റ് കഴിക്കാൻ നമുക്ക് പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ രുചിയാണ്. രണ്ടാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമുക്ക് പ്രോട്ടീൻ ആവശ്യമുണ്ട് അല്ലെ, മാംസ്യം. അപ്പൊ ഈ പ്രോട്ടീൻ എവിടെ നിന്ന് ലഭിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മൾ കഴിക്കുന്ന മീറ്റിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ ലഭിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ മീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അടുത്തത് എന്താ പറയുക, നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാ ന്യൂട്രീഷൻ എല്ലാം നമ്മൾ ഈ കഴിക്കുന്ന മീറ്റിൽ ഉണ്ടാകും. ഈ ഒരു 3 ധാരണ കൊണ്ടാണ് നമ്മുടെ സാധാരണഗതിയിൽ മീറ്റ് പ്രിഫർ ചെയ്യാറ്. ഓക്കെ സർ. सर, बिफोर मूविंग टू द नेक्स्ट स्लाइड, मैं ये समझाना चाहूंगा कि ये जो 3 स्लाइड्स मैंने बनाई, ये इसलिए बनाई कि हम लोगों ने जो 26 लाख साल पहले से जो शुरू किया था, आज भी हमारी जीवन शैली के अंदर हम लोगों ने यही चीजें इंक्लूड कर रखी हैं। क्या हमें नहीं लगता कि जिस तरह का टेक्नोलॉजी हम लोग अभी तक एक्वायर कर चुकी है साइंस, जिस तरह से हम लोग फास्ट फॉरवर्ड हो चुके हैं, और जिस तरह से हमने अपने आप को इवॉल्व किया है लाइफ में, अभी भी हम लोग मीट एक ऐसा बेसिस है जहाँ पे इंसान ये सोच रहा है कि उसको ये सारी चीजें मिलेंगी। तो ऐसा मेरे को ऐसा जरूरी है कि हम लोग इस तरह की चीजें खाएं जिसके बहुत सारे ऐसे इम्पैक्ट्स हैं। सर, एक बार आप ये एक्सप्लेन कीजिए, फिर मैं नेक्स्ट स्लाइड पे, मैं चाहता हूँ कि लोगों तक ये चीज पहुंचे। ഓക്കെ, അടുത്ത സ്ലൈഡിൽ പോകുന്നതിന് മുമ്പ് ഇതിനെ ഒന്നുകൂടി അദ്ദേഹം എംഫസൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. മറ്റൊന്നല്ല, നമ്മൾ മീറ്റ് കഴിക്കുന്നത് പറഞ്ഞു, ഒന്നുകൂടി എടുത്തു പറയുന്നു, 26 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്, അതായത് നമ്മളെ പൂർവികർ അല്ലെങ്കിൽ പറഞ്ഞ നമ്മളെ ഫോർഫാദേഴ്സ് അല്ലെ, ഇത് കഴിക്കാൻ തുടങ്ങി. നമ്മളെ ശരിക്കും പറയണമെങ്കിൽ അന്ന് എന്താണ് അവസ്ഥ എന്ന് പോലും നമുക്കറിയില്ല. ആ ഒരു കാലഘട്ടത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ കാരണം എന്താണ്, മറ്റ് മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഈ പറഞ്ഞ തീയോ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഇംപ്രഷനാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ്, ഇതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ രുചി, പ്രോട്ടീൻ, അതുപോലെ തന്നെ മറ്റ് ന്യൂട്രീഷൻസ് എല്ലാം ഇതിന്ന് കിട്ടും എന്നൊരു വിശ്വാസത്തിലാണ് നമ്മളിത് കഴിക്കാൻ, അല്ലെങ്കിൽ എന്താ പറയാ സയൻസ് എന്ന് പറഞ്ഞാൽ അത് സയൻസിന് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവാത്ത കാലഘട്ടത്തിലാണ് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്നൊന്നും ഒരു ഓർമ്മപ്പെടുത്താനാണ് അദ്ദേഹം ഒന്നുകൂടി ഉദ്ദേശിക്കുന്നത് അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്. ഓക്കെ, റൈറ്റ് സർ. ओके, नाउ वील टॉक अबाउट इम्पैक्ट क्या रहता है ह्यूमन हेल्थ पे। मीट का ऐसा क्या इम्पैक्ट है ह्यूमन हेल्थ पे। हम बात करेंगे कि मीट प्रोटीन, टेस्ट और न्यूट्रिएंट्स के अलावा हमारी बॉडी में ऐसी क्या क्या चीजें दे जाता है जो हम अननोइंगली और या फिर नोइंगली उसको हम इग्नोर कर देते हैं, या फिर हम उसके बारे में सोचते ही नहीं है। मीट एक ऐसा, अगर मैं बात करूं एनिमल फ्लैश, तो मीट एक ऐसा पर्टिकुलर शायद मीडियम हो चुका है जिसकी वजह से डिजीजेस बहुत ज्यादा बढ़ रही हैं, कैंसर्स के पेशेंट्स बहुत बढ़ रहे हैं, हार्ट डिजीजेस बढ़ी हैं। मीट के अंदर जिस तरह का ऑयल कंटेंट है, अगर मैं ऑयल कंटेंट की बात करूं, जितना तेल में वो पकता है,
उसकी वजह से हाई कोलेस्ट्रॉल लेवल है मीट के अंदर, जिसकी वजह से अपनी आर्टरीज, जो अपनी ब्लड फ्लो हो रहा है, वो ब्लॉक हो जाती हैं और उसकी वजह से हार्ट अटैक जैसे इश्यूज होते हैं। इस ग्राफ के अंदर, अगर आप इस स्लाइड के अंदर ग्राफ देखेंगे कि नंबर ऑफ केसेस पर 1000 पॉपुलेशन 10 सालों के अंदर, अगर हम 1000 पॉपुलेशन की बात करें तो सबसे ज्यादा जिन लोगों को कैंसर हुआ, जिन लोगों को हार्ट डिजीजेस हुई, जिन लोगों को हार्ट स्ट्रोक हुआ, हार्ट अटैक आया, उसमें से सबसे ज्यादा मीट ईटर्स थे। ओवर टू यू सर। ഓക്കെ, ഈ ഇത് കഴിക്കുന്നുള്ള അതിന്റെ ഇമ്പാക്റ്റ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതായത് മീറ്റ് കഴിക്കുന്ന ആൾക്കാരെ, മീറ്റ് ഈറ്റേഴ്സ് എന്നാണ് കാണിച്ചേക്കുന്നത്. അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കുള്ളൂ. ഇൻക്രീസ് റിസ്ക് ഓഫ് ക്യാൻസർ, അതായത് നമ്മളിൽ ക്യാൻസർ വരാനുള്ള സാധ്യത ഇത് കൂടുന്നു. അതുപോലെ ഹാർട്ട് ഡിസീസസ്, അതുപോലത്തുള്ള ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള റിസ്ക് നമുക്ക് കൂടുന്നു. കൊളസ്ട്രോൾ ലെവലും മറ്റ് ബ്ലോക്കേജ് അങ്ങനെയുള്ള കാര്യങ്ങളും, അതായത് ഹൃദയ സംബന്ധമായ മറ്റ് പ്രശ്നങ്ങൾ, നമുക്ക് സ്ട്രോക്ക്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത ഇത് കൂട്ടുന്നു. ഇവിടെ ഒരു 1000 പേരുടെ പഠനം നടത്തിയേക്കുന്ന ഒരു ചെറിയ ചാർട്ട് നമ്മൾ താഴെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ കാണിച്ചേക്കുന്നത് എന്താണ്, മീറ്റ് ഈറ്റേഴ്സിന്റെ കാര്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് വളരെ ഹൈ ആയിട്ട് നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ആ റെഡിൽ കാണിച്ചേക്കുന്ന മീറ്റ് ഈറ്റേഴ്സിൻ്റെതാണ്, അതാണ് വളരെ കൂടുതലായിട്ട് നിൽക്കുന്നത്. കാരണം ഇവർക്കാണ് റിസ്ക് കൂടുതലെന്ന് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നു. റൈറ്റ് സർ. Now we'll talk about कि गुड डॉट कैसे गुड डॉट का जन्म हुआ, गुड डॉट आया कहां से, कैसे लोगों ने गुड डॉट जो कंपनी स्टार्ट करी, गुड डॉट के प्रोडक्ट्स आए, वो एग्जैक्टली वहां उसका बर्थ कैसे हुआ। हम सबसे पहले जानेंगे कि गुड डॉट की टीम ने एक ऐसा रीजन ढूंढा कि लोग मीट खाते क्यों हैं। मीट लोग टेस्ट के लिए खाते हैं। उसकी बात अगर हम बात करें कि हाउ दिस मीट इज इफेक्टिंग द ह्यूमन हेल्थ एंड फाइंडिंग आउट व्हाई पीपल लाइक टू ईट मोर meat, it is because we tried creating such kind of a product. हम लोगों ने ऐसा प्रोडक्ट बनाया गुड डॉट ने जो कि लगता भी बिल्कुल मीट है, टेस्ट भी मीट जैसा लगता है, कलर भी उसका, फ्लेवर भी उसका, टेक्सचर भी उसका, और सब कुछ मीट जैसा है, बट इट इज अ मीटलेस मीट। एंड इफ आई टॉक अबाउट कि हम लोग इसी ऐसे प्रोडक्ट्स के, जो सबसे पहला हमारा प्रोडक्ट था वेजिटेरियन बाइट, जो कि 2016 के अंदर जब कंपनी अपने आप को इंट्रोड्यूस किया था ऑल ओवर इंडिया लेवल पे, तब वो वेजिटेरियन बाइट्स के साथ में वेजिटेरियन बाइट करके प्रोडक्ट था, जो कि एग्जैक्टली आपको चिकन चंक्स हो गया या मटन चंक्स हो गया वैसा लगता है। सो दिस इज फ्रॉम वेयर गुड डॉट हैज टेकन अ बर्थ और गुड डॉट का आइडिया आया। ओवर टू यू सर. ഓക്കെ, ഇനി നമ്മൾ ഗുഡ് ഡോട്ട് എന്ന് പറഞ്ഞ ആശയം, അല്ലെങ്കിൽ ഗുഡ് ഡോട്ട് എന്നാണ് നിലവിൽ വന്നതിനെ കുറിച്ചാണ് നമ്മൾ അല്ലെങ്കിൽ പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് ഗുഡ് ഡോട്ട് എന്നൊരു ആശയം വന്നത്? കാരണം ഇതിനു മുമ്പ് നമ്മൾ ഇതിന്റെ പ്രശ്നങ്ങൾ കാണിച്ചു തന്നു, എന്തൊക്കെയാണ് ഈ മീറ്റ് ഈറ്റേഴ്സിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് തരാൻ സാധിക്കുമോ എന്നത് ഇവിടെ കാണിക്കും. ഗുഡ് ഡോട്ട് കാണിക്കുന്ന മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ പബ്ലിക് മീറ്റ് ഈറ്റ് ചെയ്യാനുള്ള അതായത് മീറ്റ് കഴിക്കാനുള്ള പ്രധാന കാരണം അവർക്ക് വേണ്ട ടേസ്റ്റിന് വേണ്ടിയാണ്. എന്നാൽ ഗുഡ് ഡോട്ടിന്റെ ഒരു ഫോർമുല പ്രകാരം നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടിയത് ആദ്യമായിട്ട് വന്ന് അതിന്റെ പേര് ഇപ്പൊ നമുക്ക് കിട്ടുന്ന വെജിറ്റേറിയൻ ബൈറ്റ്സ് എന്നാണ്. അന്ന് വെജിറ്റേറിയൻ മീറ്റ് എന്നായിരുന്നു, വെജ് മീറ്റ് എന്ന് നമ്മൾ പറയുമായിരുന്നു. ഓക്കെ, ഇപ്പോഴും ആ പേര് പറയുന്നത്, എങ്കിലും നമുക്ക് പേര് മാറിയിട്ടുണ്ട്, വെജിറ്റേറിയൻ ബൈറ്റ്സ് എന്ന പേരാക്കിയിട്ടുണ്ട്. ഇത് എന്താ പറയാ, ഈ പഠനവും അതായത് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചെയ്ത് ഹെൽത്തിനെ നമുക്ക് ശരിക്കും ഹെൽത്ത് കോൺഷ്യസും, അതിനകത്ത് നമുക്ക് വേണ്ട പ്രോട്ടീൻ അല്ലെങ്കിൽ ഈ ആഹാരം കഴിച്ചാൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ടേസ്റ്റ്, അതിന്റെ കളർ, ഫ്ലേവർ, അതിന്റെ എന്താ പറയാ, ജസ്റ്റ് ലൈക്ക് ചിക്കനോ മട്ടനോ ഏതാണോ നമ്മൾ ഇഷ്ടപ്പെടുന്ന അതേ രീതിയിലുള്ള ലുക്ക് സഹിതം ആക്കിയ ഒരു പ്രൊഡക്റ്റ് ആണ് ഗുഡ് ഡോട്ട്. അതിന്റെ പ്രത്യേകത, യാതൊരു സൈഡ് എഫക്റ്റോ മറ്റു പ്രശ്നങ്ങളും ഇല്ലാതെ അത് ഹൈ ക്വാളിറ്റിയിൽ വിത്ത് സയൻസിന്റെ ഹെൽപ്പോട് കൂടി അത് നിർമ്മിച്ചിരിക്കുന്നു. അത് നമുക്ക് എന്ത് ചെയ്യും, ഒരു ബാലൻസ്ഡ് ഹെൽത്തി ലൈഫ് തരാൻ നിങ്ങളെ സഹായിക്കും. റൈറ്റ് സർ? ഓക്കെ സർ. Now we'll talk about कि गुड डॉट के बारे में थोड़ा और जानेंगे हम लोग। गुड डॉट को इस तरह से जानेंगे कि जब कुछ मिलके ग्रुप कुछ दोस्तों ने जब ये सोचा कि हमें जानवरों के लिए एक इस वर्ल्ड को, इस दुनिया को थोड़ा और ह्यूमन प्लेस बनाना चाहिए। सारे आरसीएम के साथी जितने भी यहाँ पे प्रेजेंट हैं, बहुत ह्यूज नंबर्स के अंदर प्रेजेंट हैं, मैं उनसे सिर्फ एक क्वेश्चन करूंगा कि जब हमें उंगली पे एक इतना सा कट लगता है तो हमारी पूरी बॉडी के अंदर सेंसेशन होती है और हमारे माइंड तक ये मैसेज पहुंचता है कि इतना सा कट हमारी ह्यूमन बॉडी को लगा है और उसके वजह से हमें इतना पेन फील होता है। सो दिस इज द रीजन कि
कि हम लोग ने गुड डॉट के प्रोडक्ट्स और गुड डॉट को क्यों क्यों लेके आए, क्योंकि हम लोग ये सोचते हैं कि अगर ह्यूमन के अंदर जैसी लाइफ है, जैसा ब्रेन है, जैसे ब्रेन के अंदर सेंसेशन होती है, मैसेजेस पहुंचते हैं, वैसे ही एनिमल्स को भी लाइफ दी गई है नेचर ने, और उसी तरह से लोरे सर 1 सेकंड है। Yes, yes, आपका जो स्लाइड का नीचे कुछ क्या मतलब शेड आया सर, वो निकल सकता है, लैब का प्रॉब्लम है लगता है। जस्ट अ मोमेंट सर, जस्ट अ मोमेंट, हाँ आई एम ट्राइंग सर, इज इट ओके सर? ओके, नाउ इट्स ओके, ओके नाउ इट इज ओके, राइट। राइट, ओके सो कम अगेन। हमें ये सोचना होगा कि हम आज कितनी क्रुएलिटी पे आ गए हैं कि हम अपने सिर्फ पेट को भरने के लिए, या फिर हम इतने सेल्फिश हो गए हैं कि सिर्फ प्रोटीन की मात्रा को लेने के लिए हम एक ऐसे जीव की हत्या करते हैं जिसको एक सर्टेन परसेंटेज ऑफ ब्रेन दिया है नेचर ने, जिसको फील होता है, उसको दर्द होता है, एंड उसी की वजह से कुछ दोस्तों ने ऐसा स्टेप उठाया और 2012 के अंदर स्टार्ट किया था ये पर्टिकुलर रिसर्च एंड डेवलपमेंट। उसके बाद 3 से 4 साल लगने के बाद में 2016 के अंदर उन लोग को एक सफलता हासिल हुई, और तब जाके उन्होंने अपने आप को इंडिया लेवल पे, नेशनल लेवल पे रिप्रेजेंट किया। ओवर टू यू सर। ഓക്കെ, അപ്പൊ വീണ്ടും ഈ പറഞ്ഞ രീതിയിൽ ഗുഡ് ഡോട്ട് എങ്ങനെ എത്തിയെന്നുള്ളതിന്റെ ഒരു കുറച്ചുകൂടെ ഒരു എക്സ്പ്ലനേഷൻ തന്നെയാണ് നമ്മൾ രണ്ടാമത് വീണ്ടും പറയുന്നത്, ഇത് എങ്ങനെയാണ് രംഗം പ്രവേശനം ചെയ്യുന്നത്. കാരണം നോക്കിയോളൂ, നമ്മുടെ ശരീരത്തിൽ ചെറിയൊരു മുറിവ് വന്നാൽ, ഒരല്പം ചെറിയൊരു മുറിവ് വന്നാൽ നമുക്ക് എത്ര വേദനാജനകമാണ്, അല്ലെങ്കിൽ എത്ര വേദനയാണ്, നമ്മൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. ഇനി നമ്മുടെ സന്തോഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് ആഹാരമാവാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ക്രൂവൽറ്റിയാണ് മറ്റ് മൃഗങ്ങളോട്, അല്ലെങ്കിൽ എന്താ പറയാ, സമൂഹത്തിൽ ജീവിക്കുന്ന മറ്റ് മൃഗങ്ങളോട് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എന്തിനു വേണ്ടിയാണ്? നമുക്ക് കുറച്ച് ഡയറ്റ്, നമ്മുടെ ഡയറ്റിലൂടെ പ്രോട്ടീനും മറ്റു കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പണി നമ്മൾ ആലോചിച്ച് നോക്കണം. എന്ത് ചെയ്യാ, ഈ പറഞ്ഞ മൃഗങ്ങളെ കൊല്ലാൻ നമ്മളൊരു ഇത് കാണിക്കാറില്ല, അല്ലെ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവരോടൊരു കൺസിഡറേഷൻ എന്ന നിലയിൽ ഈ പറഞ്ഞ മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടുക, ഈ രണ്ട് ഉദ്ദേശങ്ങളോട് കൂടിയാണ് ഗുഡ് ഡോട്ട് വീണ്ടും, അതായത് ഗുഡ് ഡോട്ടിന്റെ ആശയം, ഇതിനുള്ള പിന്നിലുള്ള ആശയം തന്നെ ഈ പറഞ്ഞ എന്താ പറയാ, മൃഗങ്ങളെ രക്ഷിക്കുക എന്നുള്ള ഒരു ആശയമാണ് നമുക്കുള്ളത്. ഓക്കെ, റൈറ്റ് സർ. ऑलराइट, नाउ विल टॉक ऑन गुड डॉट ने जब अपने आप को इंट्रोड्यूस किया था 2016 में, तब उसके पास में सिर्फ वेजिटेरियन बाइट्स करके ऐसा प्रोडक्ट था। बट जब, और गुड डॉट ने एक बहुत बड़ा रीजन है कि सिर्फ गुड डॉट ने अपने आप को आरसीएम के साथ ही क्यों कोलैबोरेट किया, उसका भी रीजन है। हम लोग आज इतनी बड़ी आरसीएम की टीम ऑल ओवर इंडिया लेवल पे, नेशनल लेवल पे काम कर रही है, लोगों को मोटिवेट कर रही है, क्योंकि आरसीएम का भी यही विजन है कि लोगों तक हेल्दी बैलेंस डाइट पहुंचे उस पर्टिकुलर ऐसे मीडियम के जरिए, या इस मीडियम के प्लेटफॉर्म से। तो गुड डॉट ने भी ये समझा कि आरसीएम एक ऐसा फेस होगा गुड डॉट का इंडिया नेशनल लेवल पे कि वो उसको प्रमोट करेगा और डायरेक्ट सेलर्स और लोगों तक इसकी रीच बढ़ाएंगे। 2016 की अगर बात करूं तो सिर्फ वेजिटेरियन बाइट्स था हमारे पास में, बट आज आरसीएम की टीम के लिए गुड डॉट ने इतनी मेहनत करके, रिसर्च एंड डेवलपमेंट टीम ने इतनी मेहनत करके हम लोग के पास में टोटल 13 ऐसे प्रोडक्ट्स निकाल के दिए हैं जो कि लोगों तक अगर पहुंचे तो उनको बैलेंस डाइट भी मिलेगी, उनको टेस्ट भी मिलेगा। ओवर टू यू सर। ഓക്കെ, ഗുഡ് ഡോട്ടിന്റെ ഒരു പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ ആണ്. അതായത് 2016 ഗുഡ് ഡോട്ട് ഈ പറഞ്ഞ രീതിയിൽ പ്രൊഡക്റ്റുമായിട്ട് ലോഞ്ച് ആവുന്നതെന്ന് പറഞ്ഞ്. അപ്പൊ ഇത് ലോഞ്ച് ആയത്, പിന്നെ മാർക്കറ്റിംഗ് കണ്ടുപിടിച്ചത് ത്രൂ ആർസിഎം. എന്തുകൊണ്ട് ആർസിഎം എന്ന് ചോദിച്ചാൽ, ആർസിഎമ്മായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന നല്ല ആൾക്കാരും ഒരു ഡയറക്ട് മാർക്കറ്റിംഗ് സംവിധാനമുണ്ട്. ഈ ആൾക്കാർ വഴി വളരെ പെട്ടെന്ന് മറ്റുള്ള ആൾക്കാരിലേക്ക് ഈ ആശയവും ഈ ഉൽപ്പന്നങ്ങളും എത്തിക്കാൻ ആർസിഎമ്മിന് സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലായത് കൊണ്ടാണ് 2016 ആർസിഎം ത്രൂ ഈ പറഞ്ഞ ഗുഡ് ഡോട്ട് എൻട്രി ചെയ്യുന്നത്. അന്ന് നമുക്ക് കേവലം ഒരു പ്രോഡക്റ്റ് ആയിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് യഥേഷ്ടം ഈ പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാരൊക്കെ അറിയാം, 13ഓളം ഗുഡ് ഡോട്ട് പ്രോഡക്റ്റുകൾ നമുക്ക് ഇന്ന് യഥേഷ്ടം ലഭിക്കുന്നുണ്ട്, ഗുഡ് സിപ്പ് ഉൾപ്പെടെ. അതായത് ഇപ്പൊ അടുത്ത സമയത്ത് നമുക്ക് എന്താ നൂഡിൽസ് സഹിതം എത്തിയിരിക്കുന്നു. അത് 13ഓളം വിവിധതരം പ്രോഡക്റ്റുകൾ നമുക്ക് ഇന്ന് ഗുഡ് ഡോട്ടിന്റെ സംവിധാനം വഴി നമുക്ക് ലഭിക്കുന്നു. ഓക്കെ സർ. ओके, अब अगर हम 13 उन प्रोडक्ट्स की बात करते हैं तो उसके अंदर वेजिटेरियन बाइट के बाद अचारी टिक्का जुड़ा, प्रोटीज प्लस जुड़ा, प्रोटीज जुड़ा, माय सीक्रेट करी पेस्ट आई, गुड सिप जैसा एक प्रोडक्ट आया, वेजी सूप आया, वेजिटेरियन पुलाव आया और वेजिटेरियन बिरयानी आई। कुछ अगर हम बात करें कि इन सब प्रोडक्ट्स के बारे में हम विस्तार में आगे जानेंगे,
बट अभी हम बात करते हैं अगर गुड डॉट के बेनिफिट्स की, तो ऐसा क्या बेनिफिट है कि हम लोग गुड डॉट को अपनाएं। और मैंने जितना भी अभी मीट के बारे में आपसे डिस्कस किया या फिर आपसे रिक्वेस्ट की कि इस चीज को हमें छोड़नी चाहिए और हमें इसको ज्वाइन करना चाहिए या फिर इसको प्रमोट करना चाहिए और अपनी डाइट के अंदर इसको लेना चाहिए। तो गुड डॉट के कुछ प्रोडक्ट्स के अंदर कुछ ऐसे कंटेंट, अगर कुछ बात करें न्यूट्रिशन की, तो उसमें हाई प्रोटीन है सबसे पहली चीज। सबसे मेजर चीज जो रिसर्च एंड डेवलपमेंट टीम ने आज गुड डॉट के प्रोडक्ट्स पे काम किया, जो कि हर एक ह्यूमन बीइंग, हर एक मैन, हर एक वुमेन का एक एक कंसर्न रहता है, जिसको बोलते हैं, जो एक उनकी विचारधारा रहती है कि हमारी डाइट के अंदर कोलेस्ट्रॉल हम लोग कंट्रोल नहीं कर पाते। तो गुड डॉट एक ऐसे प्रोडक्ट्स लेके आया जिसके अंदर 0% ऑफ कोलेस्ट्रॉल है। अगर मैं बात करूं हाई डाइटरी फाइबर की, अब मैं अगर डाइटरी फाइबर की बात करता हूं तो डाइटरी फाइबर की वजह से ही आपको आपका पेट भरा हुआ लगता है। अगर किसी भी खाने में अच्छी हाई डाइटरी फाइबर है तभी वो आपको सेटिस्फैक्शन दे सकती है। एंड प्लस गुड डॉट के प्रोडक्ट्स की वजह से किसी को नुकसान नहीं पहुंच रहा है, कोई क्रुएल्टी नहीं है, किसी की लाइफ को हार्म नहीं कर रहे हैं हम लोग, किसी को एनवायरनमेंट को हार्म नहीं कर रहे हैं हम लोग। प्लस हाइजीनिक जगह पे बनता है और इसके अंदर ऐसी कोई भी एंटीबायोटिक्स नहीं है जो कि आपके हार्मोन्स को डिस्टर्ब कर सके। ओवर टू यू सर। ഓക്കെ, വീണ്ടും ഈ പറഞ്ഞു നമ്മുടെ പ്രോഡക്റ്റുകൾ എന്താണ്, 13 പ്രോഡക്റ്റുകൾ എന്താണെന്ന് പറഞ്ഞു. അതിൽ ആദ്യം ലോഞ്ച് ചെയ്ത പ്രോഡക്റ്റ് നമുക്ക് ഇന്ന് അറിയപ്പെടുന്ന വെജിറ്റബിൾ ബൈറ്റ്സ് ആണ്. പിന്നെ നമ്മൾ അച്ചാറി തിക്ക വന്നു, പിന്നെ പ്രോട്ടീസ് വന്നു, പ്രോട്ടീസ് പ്ലസ് വന്നു. അതിനുശേഷം നമുക്ക് കിട്ടി ഗുഡ് സിപ്പ് കിട്ടി. സോറി, ഗുഡ് സിപ്പിന് മുമ്പ് തന്നെ കറി ഇത് എന്താ പറയാ കറി പേസ്റ്റ് കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ടൈപ്പ് പുലാവ് കിട്ടി. നമുക്കിന്ന് എന്താ പറയാ വെജിറ്റബിൾ സൂപ്സ് ഉണ്ട്. പിന്നെ ഇന്നതാ നൂഡിൽസ് സഹിതം വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതുകൊണ്ട് ഈ ഇത്രയും പ്രോഡക്ട്സുകൾ നമ്മൾ പറയുന്നു? ഈ പ്രോഡക്ട്സിന്റെ യഥാർത്ഥ ബെനിഫിറ്റ്സ്, ഏത് ഒരു ഗുഡ് ഡോട്ട് ഉൽപ്പന്നം ഉപയോഗിക്കുകയും നമുക്ക് കിട്ടാൻ പോകുന്ന യഥാർത്ഥ ബെനിഫിറ്റുകൾ എന്താണ്? ഗുഡ് ഡോട്ട് പ്രോഡക്റ്റിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്ന പ്രോട്ടീനാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്, നമ്മള് മീറ്റ് കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന പ്രോട്ടീൻ ആണെങ്കിൽ ഗുഡ് ഡോട്ട് പ്രോഡക്റ്റ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഹൈ പ്രോട്ടീൻ കിട്ടുന്നു. അവിടെ നമുക്ക് കൊളസ്ട്രോൾ ലഭിക്കും, അല്ലെങ്കിൽ കൊളസ്ട്രോളിന്റെ സാധ്യത ഉണ്ട് എങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നോ കൊളസ്ട്രോൾ, കൊളസ്ട്രോളിനുള്ള സാധ്യത ഇല്ലാതാക്കിയിരിക്കും. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റുള്ള നോൺ വെജ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മീറ്റ് ഉൽപ്പന്നങ്ങളും മീറ്റ് പ്രോഡക്ട്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെ ഫൈബർ നഷ്ടമാകുന്നുവെങ്കിൽ ഇവിടെ ഹൈ ഡയറ്ററി ഫൈബർ, ഇവിടെ ഫൈബറിന് ഊന്നൽ കൊടുത്തേക്കുന്നുണ്ട്. എന്താ ഗുണം? വയറിന് നിങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. നമ്മൾ എത്ര കഴിച്ചാലും നമ്മുടെ വയറിനെ സംബന്ധിച്ച് പ്രശ്നം ഉണ്ടാകത്തില്ല. വയറ് നിറഞ്ഞായിട്ട് നമുക്ക് അറിയപ്പെടും. അത് അടുത്തത് നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ മറ്റുള്ള ആൾക്കാരോട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹ ജീവികളോടും അല്ലെങ്കിൽ പക്ഷി മൃഗങ്ങളോടൊന്നും നമ്മൾ ഒരു ക്രൂവൽറ്റിയും നമ്മൾ ചെയ്താൽ അവരോടൊരു ക്രൂരതയും അവരെ കൊല്ലുന്നില്ല. നെക്സ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്, ഏറ്റവും നല്ല ഹൈജനിക് കണ്ടീഷനിലാണ് നമ്മുടെ ഈ പ്രോഡക്റ്റുകൾ പാക്കിംഗ് ചെയ്യുന്ന, പ്രോസസ് ചെയ്യുന്ന, നമുക്ക് വേണ്ടി ഇത് റെഡിയാക്കി തരുന്നത്. ഓക്കെ, അതിനൊക്കെ വിശേഷപ്പെട്ട ഒരു കാര്യം, ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ, നമുക്ക് രോഗങ്ങളും അല്ലെങ്കിൽ ഒത്തിരി വിഷയങ്ങളും ഹോർമോൺ ഇൻബാലൻസ് സഹിതം നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഹോർമോൺസും അല്ലെങ്കിൽ ആന്റിബയോട്ടിക്കും എല്ലാം ഈ പറഞ്ഞ ചിക്കനിലും മറ്റ് മീറ്റ് പ്രൊഡക്ട്സിലും വരുന്നത് കൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നു. അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരമാണ്, ഒരു സിംഗിൾ സൊല്യൂഷൻ ആണ് ഗുഡ് ഡോട്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, താങ്ക് യു സർ. ऑलराइट सर, कुछ हमारे जितने भी हम लोग के आरसीएम के टीम मेंबर्स हैं, जो आरसीएम के साथी हैं, वो साथ में हम लोग को चैट पे मैसेजेस शूट कर रहे हैं और मैं साथ में मैसेजेस पढ़ने की कोशिश कर रहा हूँ. बट मैं उनसे रिक्वेस्ट करूंगा सभी से कि मैं मीटिंग को बोरिंग नहीं बनाना चाहता हूँ. मेरे मीटिंग का लेने का तरीका बहुत ही अलग है और मैं ट्राई करूंगा कि मीटिंग खत्म होने से 10-15 मिनट पहले हम सबके साथ में एक डिस्कशन करेंगे. जिनके पास में जो क्वेश्चन है या फिर जो उनके पर्टिकुलर पॉइंट है, हम लोग वो डिस्कस करेंगे. तो अभी हम लोग, मैं ट्राई करूंगा कि ना उसको बोरिंग बनाया जाए और हम लोग उसके साथ में जब आगे बढ़े तो लास्ट के 10 या 15 मिनट ऐसे हो जिसके अंदर सब जने डिस्कस कर सकें, जिनको जब से ज्यादा अपने मौका दे सकूं मैं. सो नाउ आई एम स्टार्टिंग विद सम डिफरेंट स्लाइड. वी हैव टू डिस्कस अबाउट द न्यूट्रिशन इन गुड डॉट प्रोडक्ट्स. अगर मैं न्यूट्रिशन की बात करता हूं साथियों, अगर हम बात करते हैं प्रोटीन की, तो कोई भी प्रोडक्ट ले लीजिए आप. अगर कोई भी प्रोडक्ट लेंगे आप, उसके अंदर आपको मिनिमम से मिनिमम 10 ग्राम पर 100 ग्राम की बात करते हैं, पर 100 ग्राम की वापस से मैं ऐड करता हूं कि पर 100 ग्राम किसी भी मिनिमम से मिनिमम कोई भी प्रोडक्ट के अंदर, चाहे वो सूप हो, चाहे वो बिरयानी हो, चाहे वो पुलाव हो, चाहे वो अचारी टिक्का हो, 10 ग्राम से लेके
56 ग्राम तक, पर 100 ग्राम में 56 ग्राम तक आपको प्रोटीन की मात्रा मिलती है। और दूसरी बात अगर मैं करूं दोस्तों कि कोलेस्ट्रॉल किसी भी प्रोडक्ट के अंदर आपको नहीं मिलेगा, जो कि सबसे बेनिफिशियल एक बेनिफिशियल पॉइंट है, सबसे बड़ा प्लस पॉइंट है एक डाइट के अंदर। क्यों इसको इंक्लूड करना चाहिए। प्लस अगर मैं बात करूं फैट की, तो सबसे कम परसेंटेज ऑफ फैट है। पर जब जिस तरह से मैंने आपको मीट के बारे में बताया, मीट सिर्फ 3 चीजों से बनता है, प्रोटीन, फैट एंड वाटर। तो हम लोगों ने ऐसे कुछ टेक्निक्स और रिसर्च एंड डेवलपमेंट्स के थ्रू फैट को बिल्कुल कम किया, कोलेस्ट्रॉल को बिल्कुल जीरो किया, और प्रोटीन को सबसे मैक्सिमम करने की, और डाइटरी फाइबर और कैल्शियम जैसी चीजों को ऐड करने की ट्राई किया। ओवर टू यू सर। ഓക്കെ, താങ്ക് യു സർ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇഷ്ടംപോലെ ആൾക്കാർ ചാറ്റിലെ കാര്യങ്ങൾ എഴുതുന്നുണ്ട്, ഉടനെ വായിക്കുന്നുണ്ടെങ്കിലും നമ്മളെ ഈ പ്രസന്റേഷൻ കഴിഞ്ഞ ഒരു 15 മിനിറ്റ് സമയം നമുക്ക് ഒന്നുകൂടി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള സമയമായിട്ട് നമുക്ക് കണ്ടെത്താം. അപ്പൊ നിങ്ങളുടെ പോയിന്റ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ റെഡി, നമുക്ക് ആൻസർ തരാനും സാധിക്കും. അപ്പൊ ഈ പ്രസന്റേഷൻ ഒരു എന്താ വെച്ചാൽ ഒരു നല്ലൊരു ഫ്ലോ നമുക്ക് കിട്ടാൻ വേണ്ടി ഇപ്പൊ ഇതിനിടയിൽ ഒന്ന് നമുക്ക് ചെയ്യാതിരുന്നാൽ നല്ലത്, ഇതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, എങ്കിലും കുഴപ്പമില്ല. റൈറ്റ്, ഇനി പറയാൻ പോകുന്നത് ചെറിയൊരു ചാർട്ടാണ് കാണിക്കുന്നത്. അതായത് ന്യൂട്രീഷൻ, നമ്മുടെ ഗുഡ് ഡോട്ട് ഉൽപ്പന്നങ്ങളുടെ ന്യൂട്രീഷൻ വാല്യൂ അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഫാക്ട് എന്താണെന്ന് നിങ്ങളൊന്ന് ധരിപ്പിക്കാൻ പോവുകയാണ്. അതിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഏതിനാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഇത്തരം പ്രോട്ടീൻ. ഇവിടെ നോക്കണം, നമ്മളെ ഉൽപ്പന്നം അതായത് 100 ഗ്രാമിലാണ് ഏറ്റവും കുറഞ്ഞത്, അതായത് 10%. ഇപ്പൊ നോക്കണം, ഏറ്റവും കുറഞ്ഞത് 10% ആണെങ്കിൽ ഏറ്റവും കൂടിയത് 55.6% വരെ പ്രോട്ടീൻ ലഭിക്കുന്ന വിവിധ തരം ഉൽപ്പന്നങ്ങളാണ് നമുക്ക് മാർക്കറ്റിലുള്ളത്. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് ഡയറ്ററി ഫൈബർ ആണ്. അതേപോലെ എല്ലാ ഉൽപ്പന്നങ്ങളിലും ഡയറ്ററി ഫൈബർ ഉണ്ട്. കാൽസ്യം, നമ്മൾ ഇന്ന് ഇഷ്ടംപോലെ കാൽസ്യത്തിന്റെ ആവശ്യക്കാരാണ്, നമുക്ക് ആ കാൽസ്യം അവൈലബിൾ ആണ്. ഏറ്റവും വലിയ വിശേഷമായിട്ട് പറയപ്പെടുന്നത് ഒരു പ്രോഡക്റ്റിൽ പോലും കൊളസ്ട്രോളിന്റെ പ്രശ്നം ഇല്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതിനുശേഷം നിങ്ങൾക്ക് ടോട്ടൽ ഫാറ്റ് നോക്കാം. ഫാറ്റിന്റെ അളവ് നാമമാത്രമായ ഫാറ്റിന്റെ പ്രശ്നമേ ഉള്ളൂ. നമ്മൾ ഇതിന് പകരം ഉപയോഗിക്കുന്നത് അനിമൽ പ്രോഡക്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നെങ്കിൽ നമുക്കറിയാം, ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞു അനിമൽ മീറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് അതിനകത്തുള്ള 3 ഘടകങ്ങൾ പ്രോട്ടീൻ, ഫാറ്റ് ആൻഡ് വാട്ടർ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു സയൻസിന്റെ ടെക്നോളജി, സയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണ്ട വിധം നമുക്ക് വേണ്ട ന്യൂട്രീഷൻസ് തരാൻ ഉള്ള രീതിയിൽ കാര്യങ്ങൾ ഇവിടെ തിട്ടപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ഗുഡ് ഡോട്ടിന്റെ ഏറ്റവും വലിയൊരു മഹിമ. ഓക്കെ, റൈറ്റ് സർ? राइट सर। अब हम बात करेंगे एक एक प्रोडक्ट को लेके। गुड डॉट ने जिस प्रोडक्ट्स को आरसीएम के लिए लेके आया, एक एक प्रोडक्ट के बारे में बात करेंगे। पर मैं सबसे ज्यादा आज के जो टॉपिक, आज के जो मीटिंग सेशन के लिए मैंने स्लाइड के अंदर सारे प्रोडक्ट्स हैं, बट जो मैंने पर्टिकुलरली आज की मीटिंग के लिए तैयार किया है और जो समझाने की कोशिश मैं करना चाहता हूँ वो है नूडल्स और सॉफ्ट ड्रिंक्स पे। सो हम लोग शुरू कर रहे हैं वेजिटेरियन बाइट से, कि वेजिटेरियन बाइट सबसे पहला प्रोडक्ट था। जैसे कि मैंने आपको बताया 2016 के अंदर हम लोगों ने जब अपनी कंपनी को इंट्रोड्यूस किया था तो वेजिटेरियन बाइट आया, जो कि हाई इन न्यूट्रिशन है, रिप्लेसमेंट ऑफ मीट मिला, और एक ऐसा मोनोपोली प्रोडक्ट मिला हम लोगों को कि अभी तक कोई भी ऐसी कंपनी या फिर कोई भी ऐसा मैन्युफैक्चर या कोई भी ऐसी रिसर्च एंड डेवलपमेंट टीम ऐसे प्रोडक्ट को नहीं डिस्कवर कर पाई। मैं बात करूंगा वेजिटेरियन बाइट की, कि इसके अंदर बिल्कुल भी कोलेस्ट्रॉल नहीं है, कोई किसी जन या फिर किसी जानवर को हानि करके नहीं बनाया गया है। प्रोटीन में हाई मात्रा है इसकी, हाई परसेंटेज ऑफ प्रोटीन अवेलेबल है और हाई डाइटरी फाइबर है। बट मैं बात करना चाहता हूं सर आज वेजिटेरियन बाइट की अगर, तो कुछ लोगों को स्टार्टिंग में बहुत प्रॉब्लम फेस हुई थी वेजिटेरियन बाइट्स को लेके, क्योंकि उनसे शायद ढंग से बना नहीं या फिर उनको बहुत प्रॉब्लम आई उसका टेस्ट को सेट करने में। तो हम उसके बारे में भी बात करेंगे। ओवर टू यू सर। ഓക്കെ, ഇന്ന് ഞാൻ പ്രസന്റേഷൻ പ്രോഡക്റ്റിന്റെയും പ്രസന്റേഷൻ ഉണ്ടെങ്കിലും കൂടുതൽ ഞാൻ എംഫസൈസ് ചെയ്യുന്ന 2 പ്രോഡക്റ്റുകൾ, ഒന്ന് നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്കും പിന്നെ നൂഡിൽസും ആണ്. മറ്റു പ്രോഡക്റ്റുകൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു. അതിനിടയിലാണ് ഈ വെജിറ്റേറിയൻ ബൈറ്റ്സ് വന്നിരിക്കുന്നത്. ഈ വെജിറ്റേറിയൻ ബൈറ്റ്സ് 2016 ലോഞ്ച് ആയ പ്രോഡക്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ മോണോപ്പൊളി പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഇതുപോലെ മറ്റൊരു പ്രോഡക്റ്റ് ഇന്ന് ഇതുവരെ ഇന്ത്യൻ മാർക്കറ്റിൽ ആരും കണ്ടുപിടിച്ചില്ല. ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് എന്ന് വെച്ചാൽ നമ്മളെ മാത്രം കയ്യിലിരിക്കുന്ന നമ്മളെ പ്രോഡക്റ്റ്, സ്വന്തം പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം അല്ലെങ്കിൽ കരുതാം. കാരണം വേറൊരു കോമ്പറ്റീറ്റർ നമ്മുടെ കൂടെ ഇല്ല. ഇതിനകത്ത് ആദ്യം പറഞ്ഞു, ഇതിനകത്ത് റിച്ച് ഇൻ പ്രോട്ടീൻ 24.5% പ്രോട്ടീൻ ഉണ്ട്, ഹൈ ന്യൂട്രീഷൻ അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ്, ഇതിനകത്ത് കാൽസ്യം നിറയുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നോ കൊളസ്ട്രോൾ,
നമ്മൾ അതുകൊണ്ടൊരു ക്രൂവൽറ്റി ആരും കൊടുത്തോ ചെയ്തില്ല. ഫൈബറിന് നല്ല സ്ഥാനം കൊടുത്തിട്ടുണ്ട്, ഡയറ്ററി ഫൈബർ നിറയുണ്ട്, അതുകൊണ്ട് യാതൊരു ദോഷവുമില്ല. ശരിക്കും പറഞ്ഞാൽ റീപ്ലേസ്മെന്റ് ഓഫ് മട്ടൺ അല്ലെ, നമ്മൾ മീറ്റിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് ഈ സാധനം. ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്, പല ആൾക്കാരും തുടക്കത്തിൽ ചില ആൾക്കാർക്ക് ഒരു പ്രശ്നം പോലെയൊക്കെ പറഞ്ഞു, അതിന് പരിഹാരം കൂടി അദ്ദേഹം ഇന്നിവിടെ പറയുന്നതായിരിക്കും. റൈറ്റ് സർ? अब हम अगर बात करें कि वेजिटेरियन बाइट्स में ऐसा किससे बना है, ऐसी क्या क्या चीजें हैं जिसकी वजह से इतना हाई डाइटरी फाइबर है, प्रोटीन है, कोलेस्ट्रॉल बिल्कुल भी नहीं है, और ऐसी गुणवत्ता के साथ में जिस तरह से बना है, वो उसका रीजन ये है कि हमने वही सारी चीजें जोड़ी हैं जो कि एक इंसान अपनी नॉर्मल डाइट में या नॉर्मली अगर मैं उसको बोलूं कि उसको खाना है तो वो नहीं खा पाएगा। जैसे कि फ्लैक्स सीड्स, अगर मैं अलसी की बात करूं, अलसी मोटापे को कम करने में बहुत ही ज्यादा हेल्प करता है, बट हम फिर भी उसको नहीं खा सकते। कोई उसको बोलेगा कि गरम सेक के उसको नमक में या फिर उसको चबाना चाहिए रोज सुबह खाली पेट, तो वो नहीं होगा। क्विनोआ की बात करूं, आटे की बात करूं, चिया सीड्स की बात करूं, पी प्रोटीन की बात करूं, सोया प्रोटीन की, ये सारे इतने एक्सपेंसिव आज प्रोडक्ट्स हम लोगों ने इस इंग्रेडिएंट से बनाया है, जो कि पीया प्रोटीन आज मार्केट में 350 से 400 रुपए किलो मिलता है। अगर सोया प्रोटीन की बात करूं तो वो भी अप्रोक्सीमेटली 60 to 100 रुपीज के बीच में मिलता है। और ये सारी चीजें सिर्फ कॉस्टली की बात नहीं करता मैं, बट ये सारी ऐसी चीजें जो कि नॉर्मल इंसान अपनी डाइट में नहीं ले सकता है, इन सारी चीजों से वेजिटेरियन बाइट बना, जिसकी वजह से आज आपको प्रोटीन मिल रहा है, जिससे वजह से आपको हाई डाइटरी फाइबर मिल रहा है। ओवर टू यू सर। ഓക്കെ, ഇതിനുള്ള പ്രധാന ഇൻഗ്രീഡിയൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഓർക്കുക. ഇതിനകത്തുള്ള പ്രധാന ഇൻഗ്രീഡിയൻസ് ആയിട്ട് പറയുന്നത് സോയ പ്രോട്ടീൻ, പീ പ്രോട്ടീൻ, ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്സ്, ക്വിനോവ ആൻഡ് വീറ്റ് ഫ്ലോർ, ഗോതമ്പിന്റെ പൊടി. ക്വിനോവ നമുക്ക് ഇപ്പൊ അടുത്ത സമയത്ത് ഡയറക്റ്റ് ക്വിനോവ ആയിട്ട് നമുക്ക് നമ്മൾ ഉപയോഗിച്ചു തുടങ്ങി. ഫാറ്റ് റിഡക്ഷൻ വളരെ നല്ലതാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കും. ഫ്ലാക്സീഡ് പുറത്ത് ഒരു വിത്ത് നമുക്ക് കഴിക്കണമെങ്കിൽ അതിനെ നമ്മൾ പ്രോസസ് ചെയ്യണം, അത് കഴിക്കേണ്ട പ്രത്യേക ടൈമുണ്ട്. അതിനകത്ത് ദോഷകരമായ പദാർത്ഥങ്ങൾ മാറ്റണം, ചൂടാക്കണം, അല്ലെങ്കിൽ ചൂടാക്കി എടുക്കേണ്ട മെത്തേഡുകളൊക്കെ വളരെ പ്രശ്നമാണ്. അപ്പൊ ആ രീതിയിൽ നമ്മളെ സംബന്ധിച്ച്, നോർമൽ ഒരാളിനെ സംബന്ധിച്ച് കൺസംഷൻ വളരെ ബുദ്ധിമുട്ടാണ്. ചിയ സീഡും ഉപയോഗിക്കേണ്ട മെത്തേഡിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇനിയുള്ള 2 പ്രോട്ടീനാണ് പീ പ്രോട്ടീനും സോയ പ്രോട്ടീനും. നമുക്കറിയാം മാർക്കറ്റിൽ പീ പ്രോട്ടീൻ ഇന്ന് ഏകദേശം 300-350 രൂപയുടെ മുകളിൽ വിലയുള്ളതാണ്. അതുപോലെ തന്നെ അതിനേക്കാളും കോസ്റ്റിയാണ് നമുക്ക് കിട്ടുന്ന സോയ പ്രോട്ടീൻ. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു അപൂർവ പ്രോഡക്റ്റ് ആണ് നമ്മുടെ വെജിറ്റേറിയൻ ബൈറ്റ്സ്. ഓവർ ടു യു സർ. Should I proceed sir? Yes, yes. Okay. अब हमें ये समझना है, सबसे बड़ा पॉइंट जो मैंने स्लाइड के अंदर अभी इस प्रेजेंटेशन के अंदर जोड़ा है, वो ये है कि हमें ये समझना होगा कि हम मीट को ला कहां से रहे हैं और हम गुड डॉट के प्रोडक्ट्स को कहां से लेके आते हैं। तो आप ये इस पिक्चर के अंदर मैंने क्लियरली, आप सभी के लिए ये पिक्चर है, आप देखिए इस जगह को, जो जिसको बुचर हाउस बोलते हैं, बुचर शॉप बोल सकते हैं, स्लॉटर हाउस बोल सकते हैं, जहाँ पे मीट कटता है, जहाँ पे एनिमल फ्लैश कटता है, वहां से आपको रॉ पैक करके लेके आना होता है। अब अगर सर मैं रिक्वेस्ट करूंगा कि जो भी मैं पॉइंट अभी इसमें अंदर मेंशन करने वाला हूँ वो आप सभी तक पहुंचाएं सर। सो नाउ इफ आई टॉक अबाउट कि 1 किलो, अगर गाय 1 किलो बीफ कटता है तो 36 किलोग्राम कार्बन डाइऑक्साइड रिलीज होती है नेचर के अंदर, मतलब एनवायरमेंट के अंदर। और जिस तरह की अगर कोविड की बात करें, अभी जो कोविड पेंडेमिक आया उसकी वजह से ऑक्सीजन की कमी थी, और जो अगर हम लोग मीट कटने की बात कर रहे हैं वो भी सिर्फ 1 किलो, उसके वजह से 36 किलोग्राम CO2 रिलीज हो रही है एनवायरमेंट में, जिसकी वजह से ग्लोबल वार्मिंग हो रही है, जिसकी वजह से ग्रीन हाउस इफेक्ट बिगड़ रहा है। सो गाइस एवरीवन, मतलब जो भी जितने भी हमारे साथी हैं, आपको समझना होगा कि आप कितनी अनहाइजीनिक जगह से मीट को लेके आते हैं। मीट को आप वापस से उसमें कितना पानी लगता है, कितना पानी खराब होता है उसको धोने में। आप ये समझते हैं कि आपने उसको बॉईल कर लिया तो उसके सारे बैक्टीरिया खत्म हो गए, पर ऐसी ये नहीं होता है। उसके अंदर जो बैक्टीरिया हैं, आज कि मेरे शरीर के अंदर कोई बैक्टीरिया चला गया है तो वो मेरे शरीर के अंदर ही है, उसी तरह से जानवर के शरीर के अंदर जो बैक्टीरिया चला गया वो उसके शरीर के अंदर ही है। आपको ये समझना पड़ेगा कि आप जो चीज खा रहे हैं, अगर उसमें बैक्टीरिया होगा तो आपके पेट को भी खराब करेगा, आपकी बॉडी को भी खराब करेगा, आपके परिवार की सेहत को भी खराब करेगा। ओवर टू यू सर। ഓക്കെ, ഇപ്പൊ നമ്മളൊരു അറ്റൻഷൻ, അല്ലെങ്കിൽ നമ്മള് ശ്രദ്ധാപൂർവം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സ്ഥലമാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ നമ്മൾ പറയാനുള്ള സ്ലോട്ടർ ഹൗസ് എന്നോ, അല്ലെങ്കിൽ ഈ പറഞ്ഞില്ലേ നമ്മൾ മട്ടനും അല്ലെങ്കിൽ ബീഫും ഈ ചിക്കനും ഒക്കെ കട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്തിന്റെ ഫോട്ടോയാണ് കാണിച്ചിരിക്കുന്നത്.
നമുക്കറിയാം അവിടെ എത്ര വൃത്തി അല്ലെങ്കിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ ആലോചിച്ചാൽ, നമ്മുടെ ചുറ്റുപാടും നമ്മളൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. അതാണ് അദ്ദേഹം കാണിച്ചേക്കുന്ന ഒരു പിക്ചറിലൂടെ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് മറ്റ് ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് ആള് പറയുന്നു. കാരണം 1 കിലോഗ്രാം ബീഫ് കട്ട് ചെയ്യുമ്പോൾ നമ്മളെ പ്രകൃതിയിലേക്ക് 36 kg കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നോക്കുക, ഇന്ന് നമ്മുടെ അന്തരീക്ഷത്തിന്റെ മലിനീകരണം, ഒപ്പം ഇന്ന് ഈ പറഞ്ഞ രീതിയിൽ ഈ പറഞ്ഞ ഓസോൺ ലെയറിന് ഒരു പ്രശ്നം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അഭാവം ഉണ്ടാകുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ കൊണ്ടാണ്. മാത്രമല്ല, അൺഹൈജീനിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ പാക്ക് ചെയ്ത് റെഡി ആയിട്ടുള്ള സാധനം വീട്ടിൽ കൊണ്ടുവരുന്നു, നമ്മൾ കുക്ക് ചെയ്യുന്നു. കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും മോശമായ ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അതൊന്നും പുറത്തു പോകത്തില്ല. അപ്പോൾ ഈ മോശമായ ബാക്ടീരിയ നമ്മുടെ ആരൊക്കെ കഴിക്കുന്നു അവരുടെയൊക്കെ ശരീരത്തിൽ ഇത് എൻ്റർ ആവുന്നു. ഓവറോൾ നമ്മുടെയും നമ്മുടെ ഫാമിലി ഹെൽത്തും അത് മോശമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. റൈറ്റ് സർ. Now we need to understand from where we get the Good Dot products. As it is shown, अगर इस पिक्चर की बात करें कि ये हमारी फैक्ट्री का पिक्चर है, जहाँ पे हमारा जितना भी प्रोडक्ट है वहाँ वो मैन्युफैक्चर होता है, उसको अच्छे से हाइजीनिक जगह पे उसको मींस प्रोड्यूस किया जाता है, मैन्युफैक्चर किया जाता है, पूरी सेफ एंड हाइजीनिक प्लेस, जहाँ पे अगर हम बात करें सेफ्टी की, अगर हम बात करें हाइजीन की, अगर हम बात करें नीटनेस एंड क्लीनिनेस की, हर एक फैक्टर का ध्यान रखा जाता है. क्योंकि अगर आज हम किसी भी फूड इंडस्ट्री की बात करें या कोई भी फूड मैन्युफैक्चरिंग कंपनी की बात करें, उससे ISO सर्टिफिकेशन तभी मिलता है जब वो ऐसे स्टैंडर्ड्स को फॉलो करता है. और इसी सिर्फ स्टैंडर्ड्स को फॉलो करने की बात नहीं है, ये बात है करोड़ों लोगों तक प्रोडक्ट्स पहुंचने की, कि वो कहाँ बन के किस लोगों तक हम लोग पहुंचा पा रहे हैं. Over to you, sir. റൈറ്റ്. ഇനിയിപ്പോ കാണിക്കുന്നത് ഗുഡ് ഡോട്ട് പ്രൊഡക്റ്റ് എവിടെ ഉത്പാദിപ്പിക്കുന്നു ആ ഫാക്ടറി നമ്മളൊന്ന് കാണാൻ പോവുകയാണ്. ശരിക്കും കേരളത്തിൽ നിന്ന് ഒത്തിരി ആൾക്കാർ അവിടെ പോയി ഫാക്ടറി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കും പോകാൻ അവസരം കിട്ടിയെങ്കിലും എനിക്കന്ന് പോകാൻ സാധിച്ചില്ല. കാരണം ഒരു ദിവസം കൂടെ എക്സ്ട്രാ സ്റ്റേ ചെയ്താലേ പറ്റുള്ളായിരുന്നു. അതുകൊണ്ട് കണ്ട ആൾക്കാരെ പറയുന്നുണ്ട്. കാരണം അവരെ ഈ ഫാക്ടറിക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത് 1-2 പേരെ ചേർത്ത് ഈ പറഞ്ഞ നീറ്റ് നമ്മൾ പറയില്ലേ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്ന അതുപോലുള്ള ഡ്രസ് എല്ലാം ചെയ്തതിനു ശേഷമാണ് ഫാക്ടറി വിസിറ്റ് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. അത്രയ്ക്ക് ഹൈജീനിക് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ്. നിങ്ങൾക്ക് ഇനി അത് കാണാൻ പറ്റുമെങ്കിൽ ഓക്കെ. ഇപ്പൊ അദ്ദേഹം കാണിച്ചേക്കുന്നത് ആ ഫാക്ടറിയുടെ ജസ്റ്റ് ഒരു ഫോട്ടോയാണ്. ഇവിടെ അത്രയും ശ്രദ്ധാപൂർവമാണ് നമ്മൾ ഗുഡ് ഡോട്ടിന്റെ പ്രോഡക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ ഇതിനു മുമ്പ് സ്ലോട്ടർ ഹൗസും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും മട്ടൺ ചിക്കൻ കട്ട് ചെയ്യുന്ന സ്ഥലം കാണുന്നതും ഇതിൽ നിന്നുള്ള വ്യത്യാസം തീർച്ചയായിട്ടും നമ്മൾ വിലയിരുത്തേണ്ടതാണ്. If we talk, अब हम बात करेंगे न्यूट्रिशन मीट प्रोडक्ट्स के अंदर कितना मिलता है और गुड डॉट के अंदर कितना मिलता है. ये चार्ट आपको क्लियरली बता देगा. ये चार्ट एक पर्टिकुलरली एनालिटिक्स स्टैटिस्टिक्स के थ्रू बनाया गया है, जहाँ पे प्रोटीन की अगर मैं बात करूं तो वहां पे वेजिटेरियन, अगर गुड डॉट की बात करता हूँ, वेजिटेरियन बाइट के अंदर 24.5 ग्राम प्रोटीन है. जबकि सब जनों को ये लगता है कि मीट खा रहे हैं, मांस खा रहे हैं, नॉन वेजिटेरियन स्नैक्स खा रहे हैं या फूड खा रहे हैं, तो उसकी वजह से हमको बहुत हाई रिच ऑफ कंटेंट ऑफ प्रोटीन मिल रहा है. पर इसके अंदर आप देखेंगे मटन, चिकन, फिश, बीफ, पोर्क, कोई भी ऐसा प्रोडक्ट नहीं है जिसके अंदर 20 से या 21 से ऊपर ज्यादा जितना वेज बाइट के अंदर दिया गया है उतना प्रोटीन कंटेंट है. प्लस अगर मैं बात करूं थर्ड एक चीज की, कोलेस्ट्रॉल की, तो हर एक पर्टिकुलर प्रोडक्ट के अंदर, अगर नॉन वेजिटेरियन फूड की बात करूं तो हर एक पर्टिकुलर कोलेस्ट्रॉल की मात्रा इतनी है, जबकि गुड डॉट के प्रोडक्ट के अंदर कोलेस्ट्रॉल की मात्रा बिल्कुल 0 है. अगर मैं बात करूं फैट की, तो फैट इतना अवेलेबल होता है. और अगर मैं गुड डॉट के प्रोडक्ट की बात करूं तो सिर्फ 4.9 ग्राम पर 100 ग्राम फैट अवेलेबल है वेज बाइट्स के अंदर. दोस्तों और साथियों, मैं आपको ये समझाना चाहता हूं कि जिस तरह से सर इसको प्लीज ऐड कीजिएगा जो मैं बोल रहा हूं अभी, कि अगर हम बात करते हैं कि हम रोज सुबह उठते हैं, हम लोग रोज सुबह सोचते हैं कि हम लोग मॉर्निंग वॉक पे जाएंगे, हम जिम करेंगे, हम साइकिल चलाएंगे, हम स्विमिंग करेंगे, अलग अलग तरह की फिजिकल एक्टिविटीज करते हैं अपनी बॉडी को मेंटेन करने के लिए. और जब हम बात करते हैं खाने की, हम लोग सुबह इतना जल्दी उठते हैं और हम इतनी एक्सरसाइज के लिए टाइम देते हैं अपने बिजी स्केड्यूल से,
और जिस तरह का खाना हम खाते हैं वो सारी मेहनत पे पानी फिर जाता है जब हम राइट थिंकिंग के साथ में खाना को इनटेक नहीं कर रहे हैं। मतलब कि ना हम सोचते हैं, ना हमारे पास में समय है आज के जीवन में कि हम सोचें कि हमें क्या खाना है, क्या पीना है, क्या अपने शरीर में डालना है। स्वाद, मेरी बात सिर्फ इतनी सी है कि स्वाद आज जीवन में सिर्फ जुबान तक का है। द टेस्ट विल ओनली बी फॉर द टंग, but rest whatever it will go inside your stomach, that will make and transform your body, whatever you are eating. And if I talk about exercise, then only one portion or 1/4 is your exercise part to maintain your body, and but 3/4 is of the major proportion of your fitness is your diet, whatever you are consuming in. So better think about it, not to eat meat, and better shift to Good Dot and let your customers and everyone with whom you are connected, जिससे आप कनेक्टेड हैं, उनको भी समझाएं इस चीज को कि हम लोग क्या कर रहे हैं और हम लोगों को क्या करना चाहिए। ओवर टू यू सर। ഓക്കെ റൈറ്റ് സർ. ഇപ്പൊ ഇവിടെ കാണിച്ചേക്കുന്ന ചെറിയൊരു കമ്പാരിസൺ ആണ്. അതായത് ഗുഡ് ഡോട്ട് പ്രോഡക്റ്റും അല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങളും നിങ്ങൾ ഈ കഴിക്കുന്ന ചിക്കൻ, മട്ടൺ, ബീഫ്, ഫിഷ് അല്ലെങ്കിൽ പോർക്ക് ഈ സാധനങ്ങൾ കഴിച്ചാൽ അല്ലെങ്കിൽ നോൺ വെജും കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ന്യൂട്രീഷന്റെ കമ്പാരിസണാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് നോൺ വെജിലാണല്ലോ കൂടുതൽ പ്രോട്ടീൻ ഉള്ളത്, അല്ലെങ്കിൽ അതിനകത്താണല്ലോ കൂടുതൽ പറഞ്ഞ കാൽസ്യവും ഇങ്ങനെയുള്ള മിനറൽസ് എല്ലാം കിട്ടുന്നതെന്ന് നമ്മൾ കണക്കാക്കാറുണ്ടെങ്കിലും ജസ്റ്റ് നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കാനായിട്ടാണ് ഈ ഡാറ്റ അല്ലെങ്കിൽ ഫിഗർ നമ്മൾ കണ്ടു ബോധ്യപ്പെടണം. നമ്മൾ മട്ടൻ കഴിച്ചാൽ 16.6 ഗ്രാം പ്രോട്ടീൻ കിട്ടുമ്പോൾ ഇവിടെ നമ്മുടെ വെജിറ്റേറിയൻ ബൈറ്റ്സിനകത്ത് 24.5 ഗ്രാം പ്രോട്ടീൻ. അപ്പൊ നമ്മൾ ഇനി ആലോചിക്കുക നമ്മുടെ എന്ത്, കാരണം ഇത് പെർ 100 ഗ്രാമിലെ കണക്കാണ്. ചിക്കൻ 17.4, ഫിഷ് ആണെങ്കിൽ 20, ബീഫ് ആണെങ്കിൽ 17.2, പോർക്കിൽ 16.9. നമ്മൾ കലോറീസ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഹൈ കലോറി ആണെങ്കിൽ നമ്മുടേത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത് ലോ കലോറി ഫുഡാണ്, നമ്മുടെ 176 ഉണ്ട്. കൊളസ്ട്രോൾ നമുക്ക് ഇല്ല. ഓക്കെ, അടുത്തത് നമുക്ക് കാൽസ്യം നോക്കാൻ നമുക്ക് ആവശ്യം ഡയറ്ററി ഫൈബർ ഇവിടെ ഇല്ല. ഗുഡ് ഡോട്ട് പ്രോഡക്റ്റിൽ ഡയറ്ററി ഫൈബർ ഉണ്ട്. ഇനി ടോട്ടൽ ഫാറ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കണ്ണ് തുറപ്പിക്കും. ഇവിടെ നമുക്ക് 4.9 ഉള്ളു. ഇനി അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യം നോക്കുള്ളൂ, നമ്മളെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒത്തിരി ശ്രമിക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ രാവിലെ ഉണരുന്നു, എക്സസൈസ് ചെയ്യുന്നു, എക്സസൈസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എക്സസൈസ് കഴിഞ്ഞു വരുന്നു, നമ്മുടെ മോർണിംഗ് അല്ലെങ്കിൽ അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കുന്നു. ഇവിടെ പറഞ്ഞൊരു കാര്യം, നമുക്ക് 1/4 മാത്രമേ നമ്മുടെ എക്സസൈസിന് പ്രാധാന്യമുള്ളൂ. ബാക്കി 3/4 നമുക്ക് എന്തിനുള്ളതാണ്? നമ്മുടെ ഫുഡിലൂടെയാണ് നമ്മുടെ ആരോഗ്യം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ വാട്ട് വി ഈറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്താണോ കഴിക്കുന്നത് എന്നുള്ളത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നല്ല പ്രോഡക്റ്റ്, ഒരു സമഗ്രമായ അല്ലെങ്കിൽ ഹൈ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് ആണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ഓവറോൾ നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ആവാൻ ഉറപ്പായിട്ട് അതിൽ കാര്യമുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, റൈറ്റ് സർ. Okay, sir, before moving to the next slide and presentation, I just wanted to know, and I need your advice that can we extend this training after 10 also, like 10-15 मिनट आगे चलेगा क्या आपको? ओके, चलेगा सर. मूर्ति सर चलेगा ना सर? मूर्ति जी. yes. ओके, फिर 10-15 मिनट. राइट, ऑलराइट, ग्रेट. अगर हम बात करते हैं वेजिटेरियन बाइट के साथ में कंपनी ने ये सीक्रेट करी पेस्ट को क्यों निकाला? इसलिए निकाला गया ये सीक्रेट करी पेस्ट क्योंकि कुछ लोगों को स्टार्टिंग से ही प्रॉब्लम आई वेजिटेरियन बाइट को बनाने में. लोग समझ नहीं पाए कि वेजिटेरियन बाइट को बनाना कैसे है. लोगों को ये नहीं पता लगा कि प्रोडक्ट के अंदर खराबी नहीं है, बट वो टेस्ट को सेट नहीं कर पाए, इसलिए कुछ लोगों ने स्टार्टिंग में उसको इतने अच्छे से अपने घर में वेलकम नहीं किया. इसी सारी चीजों को सोचते हुए कंपनी ने एक सीक्रेट करी पेस्ट निकाला, जिसको अगर आप वेजिटेरियन बाइट के साथ में खरीदते हैं या परचेस करते हैं या फिर काम में लेते हैं तो एकदम मीटलेस मीट का तरह टेस्ट आएगा आपको. सो दिस इज अ माय सीक्रेट करी पेस्ट जो कि अब सारे आरसीएम स्टोर्स के अंदर अवेलेबल है. ओवर टू यू सर. ഓക്കെ, ഇത് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ശരിക്കും വെജിറ്റേറിയൻ ബൈറ്റ്സ് വന്നപ്പോൾ പല ആൾക്കാർക്കും അതിന്റെ കുക്കിംഗ് മെത്തേഡും അതൊന്നും കാര്യമായിട്ട് മനസ്സിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പലർക്കും എന്ത് ചെയ്യുക, അതിന്റെ രുചി പിടിക്കാത്തൊരവസ്ഥ വന്നു. നമുക്ക് തീർച്ചയായിട്ടും രുചി എന്ന് പറഞ്ഞൊരു വലിയ ഘടകം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഗുഡ് ഡോട്ട് കമ്പനി നമുക്കൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യിച്ചു തന്നു, മൈ സീക്രട്ട് കറി പേസ്റ്റ്.
അതായത് ഏത് വെജിറ്റബിൾ കറിക്കും നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിലാണ് അതിന്റെ പ്രിപ്പറേഷൻ. എല്ലാ ആർസിഎം ഷോപ്പുകളിലും നിങ്ങൾക്ക് ലഭിക്കും. ഇതിന്റെ പ്രിപ്പറേഷൻ വളരെ ഈസി ആക്കി, മറ്റ് മസാലകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, സീക്രട്ട് കറി പേസ്റ്റും വെജിറ്റേറിയൻ ബൈറ്റും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ കുക്കിംഗ് മാറും. അപ്പൊ അതിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് ന്യൂട്രീഷൻ ഒന്നുകൂടി കൂട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഉൽപ്പന്നങ്ങള് ന്യൂട്രീഷൻ ഫാക്ടർ എല്ലാം കൂടാനായിട്ട് ഇത് സഹായിക്കും. ओके राइट सर. ओके, अब हम अगर बात करते हैं दूसरे प्रोडक्ट की, वेजिटेरियन अचारी टिक्का की, तो ये एक तरह से रेडी टू कुक होके आता है. आपको सिर्फ इसको गर्म करना है और आपको इसको खाना है और आपको इसका स्वाद का लुत्फ उठाना है. ये इसलिए ऐसी चीज बनाई गई क्योंकि कुछ ऐसे हमारे सेगमेंटेशंस हैं आज कस्टमर्स की, अगर हम बात करें, या फिर कुछ ऐसे लोग हैं जैसे कि कॉलेज स्टूडेंट्स हो गए, जो बैचलर्स अपने घर से दूर रहते हैं, जिनके पास में टाइम नहीं है ऑफिस की वजह से, या फिर वो घर पे लेट आते हैं. तो ऐसे कुछ प्रोडक्ट्स को हीट एंड ईट के रूप में बनाया गया जिससे कि उनको खाना बनाने में आसानी हो. ओवर टू यू सर. ഓക്കെ, അടുത്തൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നത് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പരിചയപ്പെടുത്തുന്നത്. വെജിറ്റേറിയൻ അച്ചാർ ടിക്ക എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ്. അത് അതിന്റെ ഒരു സൗകര്യം എന്ന് പറയുന്നത്, നമ്മളെ സംബന്ധിച്ച് ഇതുപോലെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മളെ താമസം വീട്ടിലൊന്നും അല്ല, ഒരു ഹോസ്റ്റലിലോ ലോഡ്ജിലോ മറ്റെവിടെയെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസി ടു കുക്ക്, അതായത് നിങ്ങൾക്ക് എന്ത് ഹീറ്റ് ആൻഡ് ഈറ്റ്, ഈ ഒരു മെത്തേഡിലാണ് ഈ പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്, വെജിറ്റേറിയൻ അച്ചാറി ടിക്ക. ഇതിന്റെ പ്രത്യേകത, നമ്മളെ മക്കളൊക്കെ ഹോസ്റ്റലാണെങ്കിൽ ആ ഹോസ്റ്റലിൽ പോലും ഒന്ന് ചൂടാക്കി കഴിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാവുന്ന രീതിയിൽ ഇതൊരു സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം. അത്രയ്ക്ക് ഒരു ഹെൽത്തി പ്രോഡക്റ്റ് ആയിട്ടാണ് അച്ചാറി ടിക്ക നമുക്ക് തന്നിരിക്കുന്നത്. റൈറ്റ് സർ. अब अगर हम बात करते हैं न्यूट्रिशन की, कि अचारी टिक्का के अंदर ऐसा क्या न्यूट्रिशन है, तो प्रोटीन भी पर 100 ग्राम 24.7 ग्राम्स है. अगर हम बात करें कोलेस्ट्रॉल की तो वो 0 है. अगर हम बात करें फैट की तो वो सिर्फ 16.5 ग्राम ऑफ फैट है. नाउ everyone in this meeting just think about when we are getting the same taste, when we are enjoying our taste of the tongue also, and when we are getting a very high nutrition diet, that too into our stomach, when we are putting up any kind of food in our stomach, then think about it what to eat and what not to eat. Think about it what to purchase and what not to purchase. Please sir. ഓക്കെ, ഇനി അച്ചാറി ടിക്കയുടെ ന്യൂട്രീഷൻ ഫാക്ടറിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടത് ഇതിനകത്ത് ഹൈ പ്രോട്ടീൻ ആണ്. ഒപ്പം അതിനകത്ത് അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ട്രാൻസ് ഫാറ്റും ഇല്ല, കൊളസ്ട്രോളും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനകത്ത് മറ്റു ഇത് പറയുന്നത് കാൽസ്യം, ഡയറ്ററി ഫൈബർ, സോഡിയം, പൊട്ടാസ്യം, ഇതെല്ലാം അവിടെ അയൺ സഹിതമുണ്ട്. എന്നാൽ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ടോട്ടൽ ഫാറ്റ് നമുക്ക് 16.5 ഗ്രാം മാത്രമേ ഉള്ളൂ. മറ്റുള്ള ഉൽപ്പന്നം പോലെയല്ല, വളരെ ഈസി ആയിട്ടും നമ്മൾക്ക് ടേസ്റ്റി ആയിട്ടും, അതായത് ഇത്ര നല്ലൊരു ന്യൂട്രീഷൻ ഉൽപ്പന്നം നമുക്ക് എന്ത് തന്നിരിക്കുന്നു, രുചിയോട് കൂടി തന്നിരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത ഇവിടെ ഉണ്ട്. राइट सर. कुछ ऐसे बहुत सारे प्रोडक्ट्स हैं. मैं उम्मीद करता हूं अभी मुझे ये महसूस हो रहा है कि हम लोगों को डिस्कशन के लिए भी टाइम देना है. बहुत से ऐसे प्रोडक्ट्स अभी तक इस प्रेजेंटेशन के अंदर रह गए हैं, जो कि मैं कोशिश करूंगा कि अगर हम नेक्स्ट कोई मीटिंग, भली नेक्स्ट वीक हो, भली नेक्स्ट 15 डेज के अंदर हो, मैं उसके अंदर आपको बहुत से ऐसे प्रोडक्ट्स हैं जो कि हम लोगों ने इस मीटिंग के अंदर हम लोगों ने डिस्कस नहीं किए हैं. और मैं ये चाहूंगा कि जितना अभी तक हम लोगों ने प्रेजेंटेशन को समझा है, गुड डॉट को समझा है, गुड डॉट का क्या विजन है, गुड डॉट का क्या मिशन है, मैं ये चाहूंगा कि जितने भी मेरे एक्टिव पार्टिसिपेंट्स हैं इस मीटिंग के अंदर, वो अपने क्वेश्चंस को रेस करें, अपने जितने भी डाउट्स हैं उनको क्लियर करें. क्योंकि जब तक प्रेजेंटेशन का मतलब ये नहीं है कि हमने उसको सुना और हमने उसको देखा और हमने एक टाइम दिया. प्रेजेंटेशन का मतलब है कि 2 वे कम्युनिकेशन हुआ. इतनी देर मैंने बोला, पर अब मैं चाहता हूं कि सब जितने भी एक्टिव पार्टिसिपेंट हैं, हमारी टीम हमारी मीटिंग के अंदर प्रेजेंट है, एक्टिव वॉलंटियर्स हैं, उनको टाइम दिया जाए जिससे कि हम लोग डिस्कशन कर पाए. तो एक 2 वे कम्युनिकेशन होगा जिससे कि और थोड़ा इंटरेस्टिंग बनेगा. मेरे लिए भी नए क्वेश्चंस आएंगे, क्या पता, शायद जरूरी नहीं है कि मुझे हर क्वेश्चन का आंसर पता हो, पर मुझे अच्छा लगेगा कि नए क्वेश्चंस के थ्रू मैं आपको नेक्स्ट मीटिंग के अंदर वो आंसर्स दे पाऊंगा. व्हाट डू यू से सर? मूर्ति सर, अभी क्वेश्चन अवेयर देखना क्या मूर्ति जी? हाँ कर सकता है सर. यस.
ഓക്കെ, ഇപ്പൊ സാറ് പറഞ്ഞത് ഞാനിങ്ങനെ പ്രസന്റേഷൻ ചെയ്തുകൊണ്ട് പോകുന്നു. പ്രസന്റേഷന്റെ ഒരു റിസൾട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മളെ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് പറയില്ലേ, 2-way കമ്മ്യൂണിക്കേഷൻ ആവണമെന്നാണ് പറയുന്നത്. അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ, നിങ്ങൾ എന്ത് മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് എനിക്കൂടെ കാര്യങ്ങൾ പറഞ്ഞു തരണം. അങ്ങനെ പറഞ്ഞു തരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കത് ചോദിക്കാൻ ഒരു അവസരമുണ്ട്. അങ്ങനെ ചോദിച്ചു, അല്ലെങ്കിൽ വെറുതെ ഞാൻ സംസാരിച്ച് പോകുന്നതല്ല. നിങ്ങൾ എന്ത് കാര്യങ്ങൾ, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ, അല്ലെങ്കിൽ യെസ് ഇത് കൊള്ളാം എന്നുള്ള ഒരു അഭിപ്രായം കൂടെ നമ്മൾ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10-15 മിനിറ്റ് ഇതിന്റെ കാര്യങ്ങൾ കൂടെ പറഞ്ഞു പോകുമ്പോഴാണ് ഒരു ശരിയായ രീതിയിൽ ഈ പ്രസന്റേഷൻ ഒരു എന്താ പറയാ, ഒരു നല്ല പ്രസന്റേഷനായി മാറുന്നതെന്നാണ് എനിക്ക് തോന്നുന്നതെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ സർ, അപ്പൊ ആൾക്കാരോട് പറയട്ടെ ചോദ്യം ചോദിക്കണമെങ്കിൽ. गौरव सर, अभी लोगों से पूछें क्या? हाँ सर प्लीज, मैं चाहता हूँ सर कि लोगों से पूछें, जिससे कि एटलीस्ट उन लोगों को भी प्रेजेंटेशन बोरिंग न लगे और वो एक्चुअली समझे उनके मन में डाउट्स क्या हैं, उनके मन में क्वेश्चन क्या है, जिससे कि आने वाले टाइम में भी वो गुड डॉट को इतना ही अच्छे से एक्टिवली पार्टिसिपेट करें। और अगर उनको कोई ऐसे क्वेश्चंस होते हैं जो कि अगर वो कस्टमर्स तक जाते हैं या फिर अपने घर के अंदर वो लोग यूज में ले रहे हैं उस चीज को, तो कहाँ उनको प्रॉब्लम आ रही है, क्या उनको कोई ऐसे प्रोडक्ट्स के बारे में डिस्कशन अगर हम अभी भी करना चाहें और वो लोग अभी भी करना चाहें, तो मैं ओपनली उनके लिए अवेलेबल हूँ सर. ഓക്കെ, നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇത്രയും നേരത്തെ പ്രസന്റേഷനിൽ എന്തെങ്കിലും ഇന്ററാക്ട് ചെയ്യണോ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്യട്ടെ സാറേ? യെസ് സർ, ഹാൻഡ് റൈസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്യണമെങ്കിൽ ഈ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും ചെയ്യാം, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നതിൽ മാത്രമല്ല, നിങ്ങൾക്ക് മനസ്സിലായതുമായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള എന്തെങ്കിലും വിഷയങ്ങൾ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒന്നിട്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ ഇത് കൂടുതൽ എന്താ പറയുക ആസ്വാദ്യകരമായി മാറും. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആകാം. പക്ഷേ സംസാരിക്കുന്ന ആളുകൾ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് കൂടെ അവസരം കൊടുക്കാനായിട്ടും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. സോ ജെയിംസ് മാത്യു സർ. राइट सर, बताइए सर. यस सर, थैंक यू सो मच. बिनू सर, हिंदी में बात करें? हाँ प्लीज सर, तो फिर ट्रांसलेशन का जरूरत नहीं होगा ना, तो डायरेक्ट बात हो जाएगा. एक चीज सर, आपने जो प्रोडक्ट, गौरव जी, हेलो गौरव, सुन रहा हूं सर. यस सर, यस सर. आपने जो प्रोडक्ट लॉन्च किए थे उसमें अभी टोमेटो सॉस नहीं मिला, टोमेटो सूप नहीं मिला सर. ये एक कंसर्न मैंने चैट बॉक्स में डाला था. यस सर, मैंने पढ़ा सर अभी चैट बॉक्स के अंदर. जो सर अभी पर्टिकुलरली बात करें सर टोमेटो सूप की, तो स्टार्टिंग के कुछ ऐसे हम लोगों ने फीडबैक्स और कंप्लेंट डिपार्टमेंट बनाया, जिसके अंदर हम लोग के पास में फीडबैक्स ऐसे आ रहे थे कि टोमेटो सूप की जो पैकिंग है और टोमेटो सूप का जो कंटेंट है उसमें ह्यूमिडिटी की वजह से लम्प्स बन रहे थे. तो रिसर्च एंड डेवलपमेंट टीम सर अभी भी उस पर काम कर रही है. टोमेटो सूप एक बेस्ट सेलिंग और एक बहुत ही ज्यादा बिकने वाला एक प्रोडक्ट है, जो कि डेफिनेटली आपके साथ में आरसीएम के अंदर आपको वापस से मिलेगा गुड डॉट की तरफ से. बट कुछ ऐसी वैक्यूम पैकिंग और उस पे हम लोग रिसर्च कर रहे हैं और काम कर रहे हैं, जिससे कि अगर उसको ह्यूमिड क्लाइमेट में भी रखा जाए तो उसके अंदर लम्प्स नहीं पड़े, उसमें गांठें नहीं पड़े, जिससे कि कोई आगे चल के कंप्लेन ना आए सर. मैंने ये नोट किया है सर, काफी मीटिंग्स के अंदर मुझे टोमेटो सूप का मुझे फीडबैक मिलता है कि टोमेटो सूप क्यों नहीं है, बट वो जल्दी वापस आएगा सर आपके पास में. ओके सर, थैंक यू सो मच. टोमेटो सूप वाज माय वन ऑफ द इश्यू एंड एक इश्यू वैसा था सर कि आज आपका मीटिंग के अंदर में आपने कहा 26 लाख साल पहले से ह्यूमन बीइंग जो है मीट खा रहा है. तो उसमें वो एक मतलब ठीक है, हम लोग भी केरला के अंदर में मीट का बहुत बड़ा मतलब ज्यादातर लोग जो है मीट को पसंद करता है. चाहे चिकन हो, मटन हो या जो भी हो. तो सर अपना जो प्रोडक्ट है वो कोई संकेत नहीं है कि मतलब वो सही है, अच्छा है, परंतु
हम लोगों को कुछ ऐसे टिप्स आप और देना चाहिए कि हम लोग इसको और प्रमोट करें। आज आपने जो दिया है सही है, पूरा हम लोगों ने हमने लिया है। और इसको हम लोग जानवर को काटना या मारना वो बंद कर देना चाहिए, टोटली बंद कर देना चाहिए, वैसा मेरा मानना है सर। सो वो उसमें कुछ और आपको जो है ना कुछ नया चीज को लेकर के आना चाहिए कि हम लोग इसको माने पूरा मानव इसको बंद कर दे। यही सेम फ्रीक्वेंसी के साथ में चल रहे हैं सर, यही सेम कोऑर्डिनेशन अगर रहा, अगर यही हर एक इंसान की सोच रही तो डेफिनेटली हम एक दिन ऐसा आएगा जब दिस विल बी ये वर्ल्ड ये अर्थ सारे ही एनिमल्स के लिए एक ह्यूमन प्लेस होगा जहाँ पे वो भी अच्छे से अपनी लाइफ बिता रहे होंगे और हम भी अपनी लाइफ अच्छे से बिता रहे होंगे। Precisely. Thank you so much, sir. Thank you, Binu sir. Thank you, Murthy sir. Thank you, sir. Murthy sir. हाँ, थैंक यू सर। वो सर आपका वो स्लाइड थोड़ा निकाल देगा तो स्लाइड का जरूर स्लाइड्स मिनिमाइज वो बंद करना पड़ेगा ना, तभी तो निकाल सकते हैं। നമ്മളിപ്പോൾ സംസാരിച്ച ശ്രീകണ്ഠാപുരത്ത് ജെയിംസ് സാറാണ്। അദ്ദേഹം പറഞ്ഞത് ടൊമാറ്റോ സൂപ്പ് വരുന്നതിനെ കുറിച്ചാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അത് ഇപ്പോഴത്തെ പല കാലാവസ്ഥയിലാകുമ്പോൾ അത് പ്രിസർവ് ചെയ്യുമ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടാവുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അവരുടെ റിസർച്ച് ടീം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അതിനുള്ള പരിഹാരമായിട്ട് പ്രൊഡക്റ്റ് വരും. ഇഷ്ടംപോലെ എല്ലാവർക്കും ആവശ്യമുള്ള വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. ജെയിംസ് സാർ പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യം, ഈ സ്ലൈഡ് തുടങ്ങിയപ്പോൾ എത്രയോ 26 ലക്ഷം വർഷം മുമ്പ് തന്നെ മനുഷ്യൻ മാംസം ഭക്ഷണമായി ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നത്തെ സാഹചര്യം അന്നത്തെ സാഹചര്യം വ്യത്യാസമുണ്ട്. അപ്പോൾ ആളുകൾ ജീവികളെ കൊന്ന് ആഹാരമാക്കുന്നതിന് പകരമാണ് എന്നത് പറയുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരി ആളുകൾക്ക് കൂടുതൽ സ്വീകാര്യമായ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് നല്ല കാര്യങ്ങളൂടെ പറഞ്ഞു തരണം, ഇത് പ്രൊമോട്ട് ചെയ്യാമെന്നാണ് ജെയിംസ് സാർ ആവശ്യപ്പെട്ടത്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നടക്കുന്ന പ്രോഗ്രാമിൽ അത്തരത്തിൽ കൂടുതൽ ടിപ്സുമായിട്ട് അദ്ദേഹം എത്താമെന്നാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സർ. സുമതി മാഡം. നമസ്കാരം സാറേ. കേൾക്കുന്നുണ്ടോ? നമസ്കാരം, എന്റെ പേര് സുമതി രാജൻ. ഞാൻ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂര്. സാറേ, എന്റെ സംശയം 1 മിനിറ്റ് നേരത്തേക്ക് ഉള്ളൂ, സമയം ഞാൻ കൂടുതൽ അപകരിക്കണില്ല. എല്ലാത്തിന്റെയും ആ സ്ലൈഡ് കാണിച്ചപ്പോ ബിനു സാറ് കറക്റ്റായിട്ട് ഒന്നും കൂടി പറഞ്ഞു തന്നു. ഞാൻ നോക്കിയിരിക്കായിരുന്നു. ഈ അച്ചാരി തിക്ക അത് അതിന്റെ ഇട്ടപ്പം സ്ലൈഡ് കാണിച്ചപ്പം ആ ഇൻഗ്രീഡിയൻസ് ഞാനൊരു 7 എണ്ണം എഴുതിയപ്പോഴത്തേക്കും അത് മാഞ്ഞുപോയി. ബിനു സാർ ആ ഇൻഗ്രീഡിയൻസ് പറഞ്ഞില്ല. അത് ഈറ്റ് ഈസി ടു ക്വിക്ക് സ്നാക്ക് ഇത്രയൊക്കെ എഴുതി. അത് ഞാൻ ഇൻഗ്രീഡിയൻസ് അതിന്റെ മാത്രം ബിനു സാറ് വിശദീകരിച്ച് പറഞ്ഞില്ല. ഞാനത് പകുതി എഴുതിയപ്പോഴേക്കും തീർന്നു. ഞാൻ ഇതിനെ കുറിച്ചൊന്ന് അറിയണമെന്ന് വിചാരിച്ചിട്ട് ഗൂഗിളിൽ വരെ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല. ബാക്കി പ്രൊഡക്റ്റുകളെല്ലാം എനിക്ക് കിട്ടി. അപ്പൊ ഇനി സമയം ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഈ അച്ചാരിത്തിക്കയുടെ ഒന്നും കൂടി സ്ലൈഡ് ഇടുവായിരുന്നെങ്കിൽ എനിക്ക് മാത്രമല്ല പലർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. एक्चुअली मैडम बोल रहे कि अचार टिक्का के बारे में जो स्लाइड डाला था, शी कुड नॉट राइट फुल्ली, पूरा नोट नहीं कर पाया. तो अगर टाइम है तो इस बार रहने दो, अगली बार अचार टिक्के के बारे में थोड़ा इंग्रेडिएंट्स क्या है, इंग्रेडिएंट्स क्या है थोड़ा बताने से उनको अच्छा था. सिर्फ उनको नहीं, बाकी मतलब काफी लोग उनको लिख नहीं पाए होंगे, तो दे कैन राइट डाउन. तो അച്ചാർ ടിക്കയെ കുറിച്ച് ചോദിച്ചത് അതിന്റെ ഇൻഗ്രീഡിയൻസ് കാണാവുന്ന തരത്തിൽ സ്ലൈഡ് വരുന്നു, നിങ്ങൾക്ക് എഴുതിയെടുക്കാം ആവശ്യമുള്ളവർക്ക്. അതിനകത്ത് ഇൻഗ്രീഡിയൻസ് നോട്ടീഷൻ ഫാക്ടേ പറഞ്ഞുള്ളൂ. ഇൻഗ്രീഡിയൻസ് ഫാക്ടാണ് പറഞ്ഞത്. അതിന്റെ താഴെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് കിടപ്പുണ്ട്. ബാക്ക് दिस इज द स्लाइड मैडम जो बात कर रही हैं. अगर मैडम को ये वाला स्लाइड देखना था. ओके सर, थैंक यू. ओके, या मैम, यू कैन नोट इट डाउन मैम. only 2 minutes. Sure, you can note it down. Take your time. ഓക്കെ. അപ്പൊ ആവശ്യം എഴുതുന്നതിനൊപ്പം നമുക്ക് മറ്റൊരാളെ വിളിക്കാം. മാം, ഇത് നമ്മൾ ആ പ്രോഡക്റ്റിൽ തന്നെ ഉണ്ട്. आ प्रोडक्ट ഉണ്ട്. ये प्रोडक्ट के पीछे ही मिलेगा आपको. ये प्रोडक्ट के पीछे मिलेगा. का जो बॉक्स है, बॉक्स के पीछे वाला ही फोटो ही है. ആ ബോക്സിലുണ്ട് മാഡം. ഓക്കെ, താങ്ക് യു.
Okay. Continue. Rajiman Continue. sir. Rajiman sir. Hello, Sir, sir. I have got a feedback. Hello. Sir, I have got a feedback. I have taken a screenshot that I would like to suggest Good Dot Management to provide attractive leaflets with full and good information about each product as a marketing tool for all of us. Thank you so much that you have taken an initiative and you are thinking in the same manner, like the same kind of a thinking which we are keeping as like for the marketing department. We are also thinking so forward, same like you, and that's why we have already started printing these one pagers, and that will be available soon in all the RCM. So definitely you will get these marketing tools, sir. Oh, thank you, sir. അതായത് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ചെറിയ ലീഫ്ലെറ്റുകൾ പ്രിന്റ് ചെയ്ത് കിട്ടിയെങ്കിൽ ഇത് പ്രൊമോട്ട് ചെയ്യാൻ നന്നായിരുന്നു സാർ ആവശ്യപ്പെട്ടത്. അപ്പോ സാറിന്റെ ചിന്താഗതി എന്താണോ അത് ഓൾറെഡി ഗുഡ് ഡോട്ട് ഓൾറെഡി അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓൾറെഡി അത് പ്രിന്റിങ്ങിലാണ്, നമുക്ക് ഉടനെ തന്നെ അത് ലഭ്യമാകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വളരെ സന്തോഷം. നമ്മൾ ചോദിച്ചത് അതുപോലെ തന്നെ അവിടെ റെഡി ആയിരിക്കുന്നു കേൾക്കുന്ന വളരെ സന്തോഷം. താങ്ക് യു. And one more suggestion which I am getting from so many of the people is for noodles, that they want a family pack. It has been discussed in so many of the meetings with the RCM leaders and with the team of the RCM that they need a family pack in the noodles. Definitely they'll be getting a noodles in the family pack soon, sir. Designing and packing department को ये information दे दी गई है सर पहले से, और सारे ही feedbacks note किए जाते हैं. So definitely soon it will be available in all the RCM stores, sir. Sir, coming months के अंदर मिल जाएगा सर, अगस्त या सितंबर तक मिल जाएगा सर. ഓ താങ്ക് യു. അതായത് നൂഡിൽസ് ഭയങ്കര ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ആണ്. അതിന്റെ ഫാമിലി പാക്ക് നമ്മൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു, ഇന്നിപ്പോൾ ആവശ്യപ്പെട്ടു സാർ പറഞ്ഞത്. ഓൾറെഡി അതിന് വേണ്ടിയുള്ള പണി ആരംഭിച്ചു കഴിഞ്ഞിട്ട് മിക്കവാറും അടുത്ത മാസത്തോടുകൂടി നമുക്ക് നൂഡിൽസിന്റെ ഫാമിലി പാക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, റജിമാൻ സാർ കേൾക്കുന്നുണ്ടോ? सारे केल्का गुड RCM गुड डॉट. ओके सर, मेरा एक क्वेश्चन था, एक रिक्वेस्ट था. उसमें तो एक था कि नूडल्स और अपना वेज पुलाव और वेज बिरयानी का साइज थोड़ा बड़ा कर सकते हैं क्या उसमें से? तो अभी आपने बोला कि नूडल्स का पैकेट तो बड़ा करेगा, वो तो सॉल्व हो गया, लेकिन अपना वेज पुलाव और वेज बिरयानी का साइज थोड़ा बड़ा कर सकते हैं क्या? वही क्वेश्चन था मेरा, और कस्टमर तो वही. सर इसके लिए मुझे बात करना पड़ेगा कि वेज पुलाव का और जो वेज बिरयानी का जो आप साइज के लिए बोल रहे हैं, अभी मेरे हिसाब से जो साइज आ रहा है सर वो एक तरह से 2 से 3 लोगों के लिए होता है. ज्यादा से ज्यादा 2 से 3 लोग उसको यूज कर पाते हैं एक पैकेट के अंदर. बट अगर इसका फैमिली पैक का बात करूं तो सर मैं डिस्कस करके और नेक्स्ट मीटिंग के अंदर जरूर मैं आपको ये इन्फॉर्मेशन प्रोवाइड करूंगा, क्योंकि ये सजेशंस, इसी तरह के सजेशंस हम लोग को गाइड करेंगे कि हमको मार्केट में किस तरह का रिक्वायरमेंट है, और हम लोग को आगे आने वाले टाइम में किस तरह से और प्रोडक्ट्स को एग्जीक्यूट करना है सर. तो मैंने आपका ये लिख लिया है साइज ऑफ वेजिटेरियन पुलाव एंड वेजिटेरियन बिरयानी का, और नूडल्स का तो डेफिनेटली आएगा सर फैमिली पैक. बट पुलाव और बिरयानी का मैं अभी कह नहीं सकता, बट यस मैं डिस्कस करके नेक्स्ट मीटिंग में जरूर सर आपसे डिस्कस पक्का आपको ये इन्फॉर्मेशन दूंगा सर. ओके सर, थैंक यू वेरी मच. Next, Kanakam madam. Any other person who wants to have some information? जितना भी आज हमने डिस्कस किया, अगर सर कुल मिला के सर मेरा बात कहने का मतलब ये है कि जब तक हम लोग